Thank you all doctors. Thank you Dr. Dhanesh. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് IFPHന്റെ ഇടതടവില്ലാതെ നടന്നു വരുന്ന വെബ് പരമ്പരയുടെ 1248 ദിവസമാണ്. ഇന്ന് നമുക്ക് ചികിത്സാ അനുഭവങ്ങൾ പങ്കുവയ്ക്കാനായി ഡോക്ടർ പ്രീത ഉണ്ണിയാണ്. ഡോക്ടർ പ്രീതയുടെ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നതിനായി ഇന്ന് ഈ മലയാളം പ്ലാറ്റ്ഫോമിൽ എത്തിയിട്ടുള്ള എല്ലാ ബഹുമാന്യരായ ഡോക്ടേഴ്സിനെയും ഹോമിയോപ്പതി സ്നേഹികളെയും സ്റ്റുഡൻസിനെയും എല്ലാവരെയും ഞാൻ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഡോക്ടറെ കുറിച്ച് ഡോക്ടർ പ്രീതയെ പരിചയപ്പെടുത്തേണ്ടതായിട്ടില്ല. നമുക്ക് ഒരുപാട് ക്ലാസ്സുകൾ ഇതിനകം ഡോക്ടർ എടുത്തു കഴിഞ്ഞു. എന്തായാലും ഇന്നത്തെ ക്ലാസ്സിലേക്ക് ഞാൻ ഡോക്ടർ പ്രീതയെ ഉണ്ണിയെ വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഡോക്ടർ എത്തിയിട്ടുണ്ടോ? കേൾക്കാം. ഡോക്ടറെ ക്ലാസ് തുടങ്ങാം. സ്വാഗതം. ഡോക്ടർ മ്യൂട്ടാണ്. ഡോക്ടറെ ഒന്ന് അൺമ്യൂട്ട് ചെയ്യണേ. ഡോക്ടർ കോഹോസ്റ്റ് ആണ്. ആണോ? പ്രശ്നമില്ല. കാണാമോ? കാണാം. കേൾക്കാമല്ലോ? ശരിക്ക്. താങ്ക് യു. ഗുഡ് ഈവനിങ്. ഇന്ന് ഇൻഫ്ലമേഷൻ ഇൻ അഡിനോയിഡ്സ്. കാരണം ഇപ്പം ഈ സീസണില് പ്രൊലോങ് ചെയ്തു പോകുന്ന ഫീവർ, കഫാണ് കൂടുതലായിട്ട്. ഫീവർ പിന്നെയും ഒരു 2 വീക്സ് ഒക്കെ നിന്നിട്ട് മാറുന്നുണ്ട്. ഹോമിയോപ്പതി ട്രീറ്റ്മെന്റിലല്ല, സാധാരണ പേഷ്യൻസിന് അനുഭവപ്പെടുന്ന ഒരു ബുദ്ധിമുട്ടാണ് പറയുന്നത്. അതിന്റെ കൂട്ടത്തിൽ കഫ് പ്രൊലോങ് ചെയ്ത് പോകുന്ന ഒരു സമയം, ഒരു സീസണിൽ അങ്ങനെ ഒന്ന് കാണുന്നുണ്ട്. അപ്പൊ നമ്മൾ വിട്ടുപോകുന്ന ഒരു സംഭവമുണ്ട്, അഡിനോയിഡ്സിനുണ്ടാകുന്ന ഇൻഫ്ലമേഷൻ. പലപ്പോഴും ടോൺസിലൈറ്റിസും മറ്റുള്ള ബ്രോങ്കൽ റീസൺസ് പലതും കൊണ്ട് നമുക്ക് കഫ് പ്രൊലോങ് ചെയ്ത് പോകുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട്. പക്ഷെ അതിൻ്റെ അകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു സംഭവമാണ് അഡിനോയിഡ്സ് എന്ന് പറയുന്ന ഒരു ഗ്ലാൻഡ്. കാരണം റിംഗ് ഓഫ് വോൾഡിയറിലെ അത് ലിംഫാറ്റിക് ടിഷ്യൂസ് പ്രിവെന്റീവായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ബാക്ടീരിയ വൈറസോ വന്നു കഴിഞ്ഞാൽ അതിനെ ഫൈറ്റ് ചെയ്ത് നിൽക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഗ്ലാൻഡാണ് അഡിനോയിഡ് ഗ്ലാൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ വളരെയധികം ഇമ്പോർട്ടൻസ് ആ ഗ്ലാൻഡിനുണ്ട്. അതുകൊണ്ട് അതിലെ ചില കാര്യങ്ങൾ നമ്മൾ ചിലപ്പം വിട്ടുപോകും. ഇതിൻ്റെ ഇൻഫ്ലമേഷൻ ഉണ്ടാകുന്ന സമയത്തും അതുപോലെ ഇൻഫെക്ഷൻ ഉണ്ടാകുമ്പോഴാണ് ഇതിന് ഇൻഫ്ലമേഷൻ ഉണ്ടാകുന്നത്. അതുപോലെ ക്രോണിക് ആയിട്ട് നിൽക്കുന്ന അവസ്ഥ. അഡിനോയിഡ് ഗ്ലാൻഡ് വിത്തൗട്ട് സിംറ്റംസ്, വെരി ഫ്യൂ എന്ന് പറഞ്ഞാൽ സ്നോറിങ്ങോ അങ്ങനെ എന്തെങ്കിലും ജസ്റ്റ് ഒരു സിംറ്റം മാത്രമേ കാണത്തുള്ളൂ. പക്ഷെ ഇത് അഡിനോയിഡ്സ് വളരെയധികം എൻലാർജ്ഡ് ആയിരിക്കും. ആ എൻലാർജ്മെന്റ് കൊണ്ട് ഒരുപാട് പേര് ഒരുപാട് കാര്യങ്ങളിൽ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട്. അത് നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നു. ചിലപ്പം ചെവിക്ക് വരെ ഉണ്ടാകുന്ന വലിയ പ്രോബ്ലം. ഞാനത് പറഞ്ഞു വരാം. സാധാരണ രീതിയിലുള്ള ഒരു ഇൻഫ്ലമേഷൻ, അതായത് എന്തെങ്കിലും ഒരു ഇൻഫെക്ഷൻ വന്നിട്ട് ഇൻഫ്ലമേഷൻ ഈ ഗ്ലാൻഡിനുണ്ടാകുമ്പം സാധാരണ സിംറ്റംസ്, അതായത് മൂക്കടപ്പ്, ജലദോഷം, തുമ്മല്, അതുപോലെ തന്നെ സ്നോറിങ്, ശ്വാസം വളരെ ഡീപ്പായിട്ട്, അത് ഉറങ്ങുന്ന സമയത്തോ അല്ലാതെ വളരെ ഡീപ്പായിട്ട് എടുത്ത് ആ സൗണ്ട് നമുക്ക് കേൾക്കാൻ സാധിക്കും. അങ്ങനെ ഇവർ കോൺസെൻട്രേറ്റ് ചെയ്ത് എന്തെങ്കിലും ചെയ്യുമ്പോഴാണ് ആ സൗണ്ട് കൂടുതലായിട്ട് നമുക്ക് കേൾക്കാൻ സാധിക്കുന്നത്. അതായത് കുട്ടികളൊക്കെ അവർ TV കണ്ടുകൊണ്ടിരിക്കുക അല്ലെ പഠിച്ചുകൊണ്ടിരിക്കുക ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് അകലെ നിന്നാൽ പോലും അവർ ആ ശ്വാസം എടുക്കുന്നത് വളരെ ഡീപ്പായിട്ട് നമുക്ക് കേൾക്കാൻ സാധിക്കും. അവർ പക്ഷെ നോർമലായിട്ടായിരിക്കുന്നത്. ഇവരിലുള്ള ഒന്നാമത്തെ പ്രശ്നം ഈ അഡിനോയിഡ് ഗ്ലാൻഡ്സ് എൻലാർജ്മെന്റ്, അതായത് എന്തെങ്കിലും ഇൻഫ്ലമേഷൻ അല്ല ഇൻഫെക്ഷൻ ഉണ്ടായിട്ട് ഇൻഫെക്ഷനെ തുടർന്നുള്ള ഇൻഫ്ലമേഷനിൽ ഇത് എൻലാർജ്ഡ് ആയിട്ട് നിൽക്കുകയും അതുപോലെ ക്രോണിക് ആയിട്ടുള്ള ഒരു അവസ്ഥയിൽ ഇത് വീർത്ത് കെട്ടി നിൽക്കുമ്പോഴുമാണ് നമുക്ക് ഈ ഒരു സിംറ്റം നമുക്കത് ഫീൽ ചെയ്യുന്നത്, നമുക്ക് കേൾക്കാൻ സാധിക്കുന്നത്. അതുപോലെ പോസ്റ്റ് നേസൽ ഡ്രോപ്പിംഗ്, അതും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു സംഭവമാണ്. സൈനസൈറ്റിസിന് നമുക്കത് പ്രതീക്ഷിക്കാം. എന്നാലും
ഈ അഡിനോയിഡ്സിന്റെ എൻലാർജ്മെന്റ് വരെ ഉണ്ടാകുന്ന സമയത്ത് ഫ്ലൂയിഡ് അത് കൂടുതലും പറ്റുന്നത് അത് ഗ്രോത്ത് എൻലാർജ്മെന്റ് ഉണ്ടാകുമ്പോഴത്തേന് അതിന്റെ ഗ്രോത്ത് ചെവിയുടെ യൂസ്റ്റേക്കിയൻ ട്യൂബിലോട്ട് അത് വളർന്ന് അതിന്റെ ആ എൻലാർജ് ചെയ്തങ്ങ് മാറും. ആ അവസരത്തില് ആന്റീരിയോർലി ഫ്ലൂയിഡ് പോകാതെ അത് പോസ്റ്റീരിയോർലി തന്നെ ത്രോട്ടിൽ എത്താനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാകുകയും ഈ ത്രോട്ടിൽ നിന്നുള്ളത് ലങ്സിലോട്ട് പോയിട്ട് നമ്മൾ വിചാരിക്കും ആസ്മ ആണോന്ന്, അതുപോലെ അവർക്ക് കഫും ബ്രീത്തിങ് ഡിഫിക്കൽട്ടി അവർക്കുണ്ടാകും. പക്ഷെ അതിന് അഡിനോയിഡ്സിനുള്ള മെഡിസിൻ, അതായത് അഡിനോയിഡ് ഗ്ലാൻസിന് ഉണ്ടാകുന്ന കംപ്ലൈന്റ് ഉണ്ടാകുന്ന മെഡിസിൻസ് കൂടെ കൊടുത്താലേ നമുക്ക് ടെമ്പററി ആയിട്ട് പല മെഡിസിൻ കൊണ്ട് നമുക്ക് അറിയാമല്ലോ, കാരണം ഒരുപാട് മെഡിസിൻസ് ഉണ്ട്, അതുകൊണ്ടൊക്കെ കൺട്രോൾ ചെയ്യാമെങ്കിലും അത് പൂർണ്ണമായിട്ട് മാറി കിട്ടണമെങ്കിൽ ആ ഒരു ടോൺസിൽ അഡിനോയിഡ്സിനെ ബാധിക്കുന്ന മെഡിസിൻ, അതിന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചില മെഡിസിൻസ് ഉണ്ട്, അതുകൂടെ കൊടുക്കാതെ നമുക്ക് അതിന് കംപ്ലീറ്റ് ക്യൂർ എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് എത്താനായിട്ട് പറ്റത്തില്ല. അക്യൂട്ട് സ്റ്റേജിൽ ഉണ്ടാകുമ്പോൾ, കാരണം അതിന്റെ സിംറ്റമാറ്റിക്കലി നമുക്ക് നീസിങ്, റണ്ണിങ് നോസ്, സ്നഫിൾസ് എന്നൊക്കെ വെച്ച് നമുക്ക് ഒരുപാട് മെഡിസിൻ ഉണ്ട്. ജൽസീമിയ, ആർസ്, അമോണിയം കാർബൈഡ് ഒക്കെ നമുക്ക് കൊടുക്കാം. പക്ഷെ ഇത് ക്രോണിക് സ്റ്റേജിൽ വരുന്ന ഒരു അവസ്ഥയുണ്ട്, അതായത് അതങ്ങ് വീർത്ത് കെട്ടി അതങ്ങ് നിൽക്കും. ഈ ഒരു സമയത്ത് പ്രത്യേകിച്ച് അലർജിക് അഡിനോയിഡൈറ്റിസ് എന്ന് പറയുന്ന ഒരവസ്ഥ. അലർജി എന്ന് പറയുന്നത് തല മുതൽ കാല് വരെ എല്ലാം. നമ്മൾ ആദ്യം വിചാരിക്കും അലർജി എന്ന് പറഞ്ഞാൽ ചൊറിച്ചിലേ ഉള്ളൂ, അല്ലെങ്കിൽ ആസ്മ മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ കഫ് മാത്രമേ ഉള്ളൂ. അല്ല, എല്ലാ അവയവങ്ങൾക്കും ബാധിക്കാവുന്ന ഒരു ഡിസീസാണ് അലർജി കണ്ടീഷൻസ് എന്ന് പറയുന്നത്. അപ്പൊ അത് ഒരു ക്രോണിക് സ്റ്റേജിലേക്ക് വരുമ്പോ, അതായത് അലർജിക് അഡിനോയിഡൈറ്റിസ് ഉണ്ട്, ആ സമയത്ത് ക്രോണിക് എൻലാർജ്മെന്റ് വളരെ വീർത്ത്. ഇത് എന്നോടൊരു പേഷ്യന്റ് വന്നപ്പം അവർ പറഞ്ഞത്, ഫസ്റ്റ് അവരിങ്ങനെ ബുദ്ധിമുട്ടുണ്ടായപ്പോ കുട്ടിയുടെ ഈ ഒരു സ്നോറിങ് പോലുള്ള സൗണ്ട് അവനെ വെറുതെ ഇരിക്കുന്ന അവസ്ഥയിലും, അപ്പൊ അവര് ENT ഒന്ന് കാണിച്ച അവസരത്തില് ഇവരെ കാണിച്ചു കൊടുത്തു എന്നാ പറയുന്നത്. വായിക്കകത്ത് തൊണ്ട വരെ വളർന്നു നിൽക്കുന്നു ആ ഒരു അഡിനോയിഡ്സ്. അപ്പം അത്രമേൽ അത് വീർത്ത് കെട്ടി ക്രോണിക് ആകുന്ന ഒരു സ്റ്റേജില് അത്രമേൽ അത് വീർത്ത് കെട്ടി വരാം. ആ ഒരു സ്റ്റേജില് നമുക്ക് കൊടുക്കേണ്ട, അതായത് ആ അലർജി കണ്ടീഷൻസ് കൂടെ വരുമ്പോഴാണ് അത് കൂടുതലായിട്ട് വരുന്നത്. കാരണം മറ്റേത് അക്യൂട്ടിൽ ജസ്റ്റ് വന്ന ഒരു 1 വീക്ക് കൊണ്ട് അത് ആ ഒരു പനി ജലദോഷം ഒക്കെ നിൽക്കുമ്പോൾ തന്നെ ഈ ഗ്ലാൻഡിന്റെ എൻലാർജ്മെന്റും അതും ചൊട്ടി വരും, അതിൻ്റെ അകത്ത് ഇൻഫ്ലമേഷനും നിൽക്കും, അതിന്റെ ആ സൈസും കുറഞ്ഞു തന്നെ വരും, നോർമൽ സൈസിലേക്ക് എത്തും. പക്ഷെ ഈ ഒരു അലർജി കണ്ടീഷൻസ് വരുമ്പോഴാണ് നമുക്കത് വീർത്ത് കെട്ടി നിൽക്കുന്നത്. അപ്പം അലർജിയുടെ മെഡിസിൻസ് കൂടെ ഒക്കെ കൊടുത്ത് വേണം അതിനെ നോർമലാക്കി കൊണ്ടുവരാനായിട്ട്. പല കംപ്ലൈന്റും സ്നീസിങ്, റണ്ണിങ് നോസും ഒക്കെ പോയിട്ടും അവര് പേരൻസ് ആണെങ്കിലും കുട്ടികളാണെങ്കിലും ഈ സൗണ്ടിനെ കുറിച്ച്, അതുപോലെ ഇത് ഉറങ്ങുമ്പം വളരെ സ്നോറിങ്, വളരെ പരിതാപകരമാണ് ആ സ്നോറിങ്. പല കപ്പിൾസും എന്നോട് പരാതിപ്പെട്ടിട്ടുണ്ട്, ഈ സ്നോറിങ് കാരണം ആ ഒരു റൂമിൽ തന്നെ കിടന്നുറങ്ങാൻ അവർക്ക് ബുദ്ധിമുട്ടായിട്ട് വരുന്ന ഒരു അവസരമുണ്ട്. ഒരാൾക്ക് അങ്ങനെ സംഭവിക്കുന്ന അവസരത്തില്. അപ്പൊ ഇതിന് നമുക്ക് മെഡിസിൻസ് ഉണ്ട് ഒരുപാട്. മെഡിസിൻ കൊടുത്ത് അത് ബാക്കി ഞാൻ പറയണ്ടായല്ലോ, എല്ലാം ഡോക്ടേഴ്സ് ആണ്, എല്ലാവർക്കും അറിയാം അത് കൺട്രോൾ ചെയ്ത് എങ്ങനെയാണ് വരുന്നത്. അതുപോലെ ഒരിക്കല് ഒരു പേഷ്യന്റ് ചെവി രണ്ടും അടഞ്ഞിരിക്കുക, വളരെ ഫീബിൾ ആയിട്ട് കേൾക്കാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ ചില സമയത്ത് സൗണ്ട് ശകലം കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് തീരെയും കേൾക്കുന്നില്ല എന്നുള്ള ഒരു പരാതിയായിട്ട് ഒരു പേഷ്യന്റ് വന്നിരുന്നു. അത് ആ ഒരു അഡിനോയിഡ് ഗ്ലാൻഡ് അത് എൻലാർജ് ചെയ്തിട്ട് യൂസ്റ്റോക്കിയൻ ട്യൂബിനെ അത് അടച്ച്, അതായത് പ്രസ് ചെയ്ത് അങ്ങനെ നിർത്തിയിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ഈ ഒരു റീസൺ കാരണം ഇവർക്ക് ഒന്നും തന്നെ അവർക്ക് കേൾക്കാൻ വയ്യ. നമ്മുടെ ചുണ്ടത്ത് നോക്കി മനസ്സിലാക്കുക എന്നുള്ളതല്ലാതെ ഒരു സൗണ്ടും കേൾക്കുന്നില്ല എന്നുള്ള ഒരു അവസ്ഥയിൽ ഒരു പേഷ്യന്റ് ഒരിക്കൽ വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് എന്നാൽ ഇത് സ്നോറിങ്ങോ മറ്റുള്ള കംപ്ലൈൻസോ ഒന്നും തന്നെ ഈ ഒരു പേഷ്യന്റിൽ കണ്ടുപിടിക്കാൻ പറ്റിയില്ല. ആകെയുള്ളത് ഈ ചെവി കേൾക്കാൻ വയ്യ എന്ന് പറയുന്ന ഒരു അവസ്ഥ. അപ്പൊ നമ്മള് ഫസ്റ്റ് ഈ ചെവി കേൾക്കാൻ വയ്യ എന്ന് പറയുമ്പോൾ ആദ്യം തന്നെ നമ്മൾ വിചാരിക്കും വാക്സ് വെച്ചാണോ ചെവി അടഞ്ഞു പോയിരിക്കുന്നത്. പക്ഷെ ENT ഒക്കെ കാണിച്ച് വാക്സ് ഒക്കെ എടുപ്പിച്ചിട്ടാണ് എൻ്റെ അടുത്തേക്ക് വന്നത്. രണ്ടാമത് നമ്മൾ സംശയിക്കുന്നത് എന്തെങ്കിലും ചെവിയുടെ സംബന്ധിച്ച്, ചെവിക്കകത്ത് പക്ഷെ ചൊറിച്ചിലോ അങ്ങനെ വേറെ ഒരു കംപ്ലൈന്റ് ഇവർ പറയുന്നില്ല. ഈ ഒരു അവസ്ഥയില്, അതായത് കൂടുതലും അത് ആ
ചെവിയിലേക്കുള്ള, ഞാനത് പറഞ്ഞില്ലേ, ഇതിന്റെ ഗ്രോത്ത് ഒരിടത്ത് മാത്രം നിൽക്കത്തില്ല, അതിങ്ങ് വളരെ വളർന്ന് അതിങ്ങ് ഇറങ്ങും. അപ്പം അഡിനോയിഡ്സിനുള്ള മെഡിസിൻ, അതായത് അതിന്റെ എൻലാർജ്മെന്റ് മാറാൻ വേണ്ടി തൂജ നല്ലൊരു മെഡിസിനാണ്. ആ ഒരു മെഡിസിൻ ചെന്നതിന് ശേഷമാണ് ഇവർക്ക് കേട്ടു തുടങ്ങിയത്, അതായത് ആ ഒരു അഡിനോയിഡിന്റെ സൈസ് കുറഞ്ഞു വരാനായിട്ട് തുടങ്ങിയത്. ഈ ക്രോണിക് അഡിനോയിഡൈറ്റിസിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു മെഡിസിൻ ഉള്ളത് തൂജയാണ്. ഏതൊരു കോൺസ്റ്റിറ്റ്യൂഷനിലുള്ള ആൾക്കാരാണെങ്കിലും തൂജ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ സൈസ് റെഡ്യൂസ് ചെയ്യാനായിട്ട് നമ്മളെ ഒരുപാട് സഹായിക്കും. അതിന്റെ സൈസ് റെഡ്യൂസ് ചെയ്ത് നോർമൽ സ്റ്റേജിൽ കൊണ്ടുവന്ന് നിർത്തിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ശ്രദ്ധിച്ചോണം, അലർജി കൂടെ ഉള്ളവർക്കാണെങ്കിൽ അലർജിയുടെയും കൂടെ മെഡിസിൻസ് കൊടുത്താലേ നമുക്ക് ആ ഒരു കണ്ടീഷനിൽ ഒരു പെർമനന്റ് ആയിട്ട് നമുക്ക് അവർക്ക് ഒരു ക്യൂർ കൊടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ ബാഡ് സ്മെല്ല്, ഫെറ്റഡ് ആയിട്ടുള്ള ഡിസ്ചാർജ്, ആ ഒരു ഡിസ്ചാർജിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവരത് പറയും, മേളിനെ ഇങ്ങനെ താഴോട്ട് നൂല് പിടിച്ചതുപോലെ. അതായത് അത് ജസ്റ്റ് നമുക്ക് ഫോഴ്സ് ചെയ്ത്, അതായത് ചീറ്റിക്കളഞ്ഞാൽ ഒന്നും തന്നെ അത് പോകത്തില്ല, അതങ്ങനെ നൂലുപോലെ ഇങ്ങനെ നിൽക്കുകയാണ്. അവർ പറയുന്ന ആ നെറുകന്തല മുതലേ താഴെ വാഷ് ബേസിനകത്ത് മുട്ടത്തക്ക രീതിയിൽ അതെങ്ങനെ നൂലുപോലെ നിന്നോണ്ടിരിക്കുകയാണ്. വളരെ ഫിറ്റഡ് ആയിട്ട് ബാഡ് സ്മെല്ലും ആ ഒരു ഡിസ്ചാർജിന് അവർ ഈ അഡിനോയിഡൈറ്റിസ് ഉള്ളവര് പറയാറുണ്ട്. ആ ഒരു കണ്ടീഷനിൽ നമ്മൾ സിംറ്റമാറ്റിക്കലിയാണ് ട്രീറ്റ്മെന്റ് എല്ലാം കൊടുക്കുന്നത്. കറക്റ്റ് ആയിട്ട് അതിന്റെ സിംറ്റംസ് എടുത്ത് അതിന്റെ ഒരു നല്ലൊരു മെഡിസിൻ ഹൈഡ്രാസ്റ്റിസ് നമുക്ക് കൊടുക്കാം. ആ ഒരു ഡിസ്ചാർജ് അങ്ങനെ വരുന്നതും ആ ബാഡ് സ്മെല്ല് പോകുന്നതും തന്നെയല്ല, ഹൈഡ്രാസിസും അഗ്രാഫിസും ഒക്കെ തന്നെ ഈ ഒരു അഡിനോയിഡൈറ്റിസിനെ നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു രണ്ട് മെഡിസിൻസ് ആണ്. വളരെ നന്നായിട്ട് അത് ഒരുപാട് കേസസിൽ എനിക്ക് ക്യൂർ കിട്ടിയിട്ടുണ്ട്. പക്ഷേ കോൺസ്റ്റിറ്റ്യൂഷണൽ ഡ്രഗ് കൊടുക്കണം. കൊടുക്കാതെ നമ്മൾ ഇത് പറഞ്ഞതുപോലെ സിംറ്റംസ് എല്ലാം നമുക്ക് മാറ്റി കിട്ടുമെങ്കിലും കോൺസ്റ്റിറ്റ്യൂഷണൽ ഡ്രഗ് കൊടുക്കാതെ അതിന്റെ നോർമൽ, ഞാൻ ഉദ്ദേശിക്കുന്ന ആ കംപ്ലീറ്റ് ക്യൂർ എന്നുള്ളതാണ്. ആ ഒരു സ്റ്റേജിലോട്ട് എത്തണമെങ്കിൽ ആ ഒരു മെഡിസിൻ തന്നെ ചെന്നേ പറ്റത്തുള്ളൂ. പിന്നെ ടെമ്പററി ആയിട്ട് ഈ മെഡിസിൻസ് ഒക്കെ നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ സ്നോറിങ്ങിന്റെ കാര്യം പറയണ്ടായല്ലോ, നമുക്ക് വളരെയധികം വൺ ഓഫ് ദ ഒരുപാട് ഡിസീസിന്റെ കേസിൽ ഒരുപാട് കണ്ടീഷൻസിൽ നമുക്ക് സ്നോറിങ് ഉണ്ടാകാം. പക്ഷേ ഈ അഡിനോയിഡൈറ്റിസിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് കാണുന്ന ഒരു സംഭവമാണ് സ്നോറിങ് എന്ന് പറയുന്നത്. അത് അവനവന് തന്നെയുള്ള ബുദ്ധിമുട്ടല്ല, മറ്റുള്ളവരെയും കൂടെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന ഒരു സംഭവമാണ് സ്നോറിങ് എന്ന് പറയുന്നത്. സോഷ്യലി വളരെയധികം ബാധിക്കുന്ന ഒരു സംഭവമാണ്. ഹോസ്റ്റലിലൊക്കെ താമസിക്കുന്ന പിള്ളേർക്ക്, അതുപോലെ തന്നെ കപ്പിൾസ്, അവർക്ക് ഒക്കെയും ഈ ഒരു സ്നോറിങ് കാരണം മറ്റുള്ളവരുടെയും കൂടെ ഉറക്കം അല്ലെങ്കിൽ അവരുടെ ആ പ്രൈവസിയും കൂടെ നഷ്ടപ്പെടുത്തുന്ന ഒരു സംഭവമാണ്. അതൊരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ആയിട്ട് ഈ സ്നോറിങ് എന്ന് പറയുന്നത് വരുന്ന കുട്ടികളാണെങ്കിലും പ്രായമായവരാണെങ്കിലും ഉറക്കം വലി ഉണ്ട് എന്ന് വരുമ്പോ കൂട്ടത്തിൽ വരുന്ന ആൾക്കാർ പറയുമ്പോൾ ഇവരുടെ മുഖത്ത് ഒരു കോംപ്ലക്സ് ആണ് അവർക്കതുള്ളത്. അപ്പൊ ഈ ഒരു സംഭവം, ആ ഒരു സ്നോറിങ് എന്ന് പറയുന്ന അവസ്ഥ നമ്മൾ മാറ്റി കൊടുക്കണമെങ്കിൽ അതിൽ ഒരു അഡിനോയിഡ്സിന് ഒരു നല്ല പങ്കുണ്ട്. ഇതിന്റെ എൻലാർജ്മെന്റില് സ്നോറിങ് ഒരു വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സിംറ്റമായിട്ട് കാണുന്നുണ്ട്. അത് മാറണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ അതിന്റെ ഹൈപ്പർട്രോഫി മാറാനുള്ള മെഡിസിൻ, ഞാനത് നേരത്തെ പറഞ്ഞല്ലോ, കാൽക്കേരിയ ഫ്ലൂർ ഉണ്ട്, തൂജ ഉണ്ട്, ഇതൊക്കെ കൊടുക്കാം നമുക്ക്. തൂജ തന്നെയാണ് അതിൻ്റെ അകത്ത് നമ്പർ 1 ആയിട്ട് വരുന്നത്. കുണിയമ്മാക്ക് നല്ലൊരു മെഡിസിനാണ്. കാരണം ലിംഫാറ്റിക് ഗ്ലാൻസിന്, ലിംഫാറ്റിക് ടിഷ്യൂസിൽ ഉണ്ടാകുന്ന ഡിസീസ് എന്തൊക്കെ സിംറ്റംസ് ഉണ്ടോ അതിനൊക്കെ നമുക്ക് കുണിയം വളരെയധികം നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു മെഡിസിനാണ്. അതുപോലെ തന്നെ ഈ അലർജിക് റൈനൈറ്റിസ് എന്ന് പറഞ്ഞല്ലോ, ആ അലർജിക് റൈനൈറ്റിസിന്റെ കൂടെ നമ്മളത് തുമ്മലാണ് അതിൻ്റെ അകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ട് വരും. തുമ്മൽ, സ്നീസിങ് ആൻഡ് റണ്ണിങ് നോസ്. ഈ ഏതൊക്കെ മോസ്റ്റ്ലി, അതായത് ഒരു 80% അലർജിക് റൈനൈറ്റിസിലും ഈ അഡിനോയിഡ് ഗ്ലാൻസ് അതിന് ഈ ഹൈപ്പർട്രോഫി അതിനുണ്ടാവുകയും, അതായത് ഒരു ഇൻഫെക്ഷൻ ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് ഇൻഫ്ലമേഷൻ ഈ അഡിനോയിഡ്സിനാണ് ഉണ്ടാകുന്നത്. ടോൺസിൽസിന് ഉണ്ടാകുന്നതിന് മുമ്പേ തന്നെ ഉണ്ടാകുന്നു. അപ്പം ഈ അഡിനോയിഡ്സിന്റെ കൂടെ മെഡിസിൻ കൊടുത്താലേ നമുക്ക് പെട്ടെന്നത് അലർജിക് സ്നീസിങ് ആണെന്ന് പറഞ്ഞാലും അത് നിർത്തണമെന്നുണ്ടെങ്കിൽ
ഇതിന്റെ മെഡിസിൻ ഞാനത് പറഞ്ഞല്ലോ, ഗ്രാഫീസോ ഹൈഡ്രാക്സിസോ ഒക്കെ നമ്മളെ അത് ഹെൽപ്പ് ചെയ്യുന്ന മെഡിസിൻസ് ആണ്. അതുകൂടെ കൊടുത്താൽ വളരെ പെട്ടെന്ന് തന്നെ ആ ഒരു അലർജിക് റൈനൈറ്റിസ് നമ്മൾക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ ഈ ഹൈപ്പർട്രോഫി, അതായത് അഡിനോയിഡ്സ് ഉണ്ടാകുന്ന ഈ ഹൈപ്പർട്രോഫിയില് എപ്പോഴും കാണാം റെസ്റ്റ്ലെസ് ആയിട്ടുള്ള സ്ലീപ്പാണ്. അതൊരു പക്ഷേ മൂക്കടഞ്ഞിട്ടായിരിക്കാം, അവർക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് കൊണ്ടായിരിക്കാം. ഒന്നിലെ ഉറങ്ങാതിരിക്കുക, സ്ലീപ്ലെസ്നെസ് എന്നൊരവസ്ഥ, അല്ലെങ്കിൽ റെസ്റ്റ്ലെസ് ആയിട്ട് തിരിഞ്ഞും മറിഞ്ഞും കിടന്ന് ഏതൊരു ആംഗിളിലാണോ തലപൊക്കി വെച്ചാലാണോ ഒരു ബുദ്ധിമുട്ട് ഒന്ന് ഉറങ്ങാൻ സാധിക്കുന്നത് എന്നുള്ള ഒരു അവസ്ഥയിൽ ഇവർക്ക് വളരെയധികം ബുദ്ധിമുട്ടായിട്ട് വരുന്ന ഒരു സംഭവമാണ് അഡിനോയിഡ്സിന്റെ ഈ എൻലാർജ്മെന്റ് എന്ന് പറയുന്നത്. ഞാൻ ഇന്ന് വളരെ കുറച്ച് മെഡിസിൻസ്, കാരണം എന്ന് വെച്ചാൽ ഇത് കോമൺ ആയിട്ട് കാണുന്ന ഒരു കംപ്ലൈന്റ് ആണ്. പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു സീസണിൽ അലർജിക് റൈനൈറ്റിസും ഫീവർ, അതുപോലെ തന്നെ റണ്ണിംഗ് നോസ് എല്ലാം തന്നെ വരുന്ന ഈ ഒരു സീസണിലെ ഇമ്പോർട്ടന്റ് ആയിട്ട് കാണുന്ന ഒരു സംഭവമാണ് ഈ ഒരു ഈ അഡിനോയിഡൈറ്റിസ് എന്ന് പറയുന്ന ഒരു കാര്യം. അതുകൊണ്ട് അതിൻ്റെ അകത്തെ സാധാരണ കൊടുക്കുന്ന മറ്റുള്ള ഈ ഒരു കോൾഡിനോ അല്ലെങ്കിൽ കോമൺ കോൾഡിനോ സ്നീസിങ്ങിനോ ഒക്കെ കൊടുക്കുന്ന മെഡിസിൻസ് കൂടെ കൊടുക്കുമ്പോഴത്തേന് ഇതിന്റെ കംപ്ലൈൻസ്, ഈവൻ അഡിനോയിഡ്സിന്റെ ഇൻഫ്ലമേഷൻ ആണെങ്കിൽ കൂടെ ആ ഒരു കംപ്ലൈൻസ് അതിന്റെ കൂടെ തന്നെ അങ്ങ് മാറിപ്പോകും. പിന്നെ എൻലാർജ്ഡ് ആയിട്ടുള്ള ഈ ക്രോണിക് ആയിട്ടുള്ള അവസ്ഥയിൽ കൊടുക്കേണ്ടതിനാണ് ഞാൻ 3-4 മെഡിസിൻസ് ഇവിടെ ഒന്ന് പറഞ്ഞത്. അതുകൊണ്ട് അതുകൂടെ ആയി കഴിയുമ്പോഴത്തേന് അതിനെ ഒരു പരിപൂർണമായിട്ടുള്ള ഒരു ശാശ്വത പരിഹാരം നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. ഈ ഒരു കോമൺ ആയിട്ട് പോകുന്ന കാര്യമായതുകൊണ്ട് എല്ലാവർക്കും തന്നെ അറിയാം ഈ ഒരു കംപ്ലൈന്റിൽ, ഈ ഒരു ഡിസീസ്ഡ് കണ്ടീഷനിൽ എന്തൊക്കെയാണ് കൊടുക്കേണ്ടത്, എങ്ങനെയാണ് അതിന്റെ മാനേജ്മെന്റ്, ഇതൊക്കെ ഉള്ളവർക്ക് നന്നായിട്ട് ആവ് പിടിക്കാൻ നമ്മളത് പറഞ്ഞു കൊടുക്കാറുണ്ട്. പ്രത്യേകിച്ച് സ്നീസിങ് റണ്ണിങ് നോസ് എന്നൊക്കെ വെച്ചാണ് നമ്മളത് പറയുന്നതെങ്കിലും അഡിനോയിഡ്സിന്റെ കാര്യത്തിന് നമ്മളെ ഒരുപാട് അത് ഹെൽപ്പ് ചെയ്യും. ഗാർഗിൾ ചെയ്യുക, അതുപോലെ തന്നെ ആവി പിടിക്കുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളോട് നമ്മൾ പറയാറുണ്ട്. അതൊക്കെ പെട്ടെന്ന് ഒരു റിലീഫിനും കൂടെ മെഡിസിന്റെ കൂടെ തന്നെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് മാനേജ്മെന്റ്. അതും കൂടെ ആയതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇന്ന് നമുക്ക്, കാരണം നാളെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യാനിരിക്കുന്നത് കൊണ്ട്, അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ചെറിയ ഒരു സബ്ജക്ട് ഞാൻ എടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞ് പെട്ടെന്ന് തന്നെ അതിലേക്ക് അതങ്ങ് നിർത്തിയത്. പിന്നെ നമുക്ക് ഡിസ്കഷന്റെ ടൈമിൽ ഇത് കൂടുതലായിട്ട് ഏതൊക്കെ മെഡിസിൻസ് ആണ് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ഇന്ന മെഡിസിൻ എന്താണ് ആക്ഷൻ ഉള്ളത്, ഇതെല്ലാം തന്നെ നമുക്ക് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് പറയാം ലാസ്റ്റ് ഒരു 20 മിനിറ്റ്സ്. പക്ഷേ നാളത്തെ കുറച്ച് ഡോക്ടേഴ്സ് ആരെങ്കിലും കാര്യങ്ങൾ അറിഞ്ഞിട്ടില്ലാത്തവരുണ്ടെങ്കിൽ അവരിതിനെക്കുറിച്ച്, അതായത് ഞാൻ മെഡിക്കൽ ബില്ലിനെ കുറിച്ചാണ് പറയുന്നത്. കഴിഞ്ഞ ക്ലാസ് എടുത്തപ്പോഴും ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞിരുന്നു. അപ്പൊ നാളെ നമ്മൾ എന്തൊക്കെയാണ് നമ്മളുടെ മെഡിക്കൽ ബില്ലിൽ ഉണ്ടായിരിക്കുന്ന കുറവുകൾ എന്ന് വെച്ചാൽ അത് എഴുതി കൊടുത്തതും അത് എല്ലാവരും തന്നെ അറിയാം. 10-18 മിനിറ്റ് കൊണ്ട് തന്നെ പെട്ടെന്ന് അത് പ്രാബല്യത്തിൽ വരികയാണ് ചെയ്തത്. അപ്പൊ അതിൻ്റെ അകത്ത് എന്തൊക്കെയാണ് നമുക്ക് അനുകൂലമായിട്ട് വേണ്ടത് എന്നുള്ള കാര്യങ്ങൾ എഴുതി ചേർത്ത ഒരു ബില്ല് നാളെ അത് കൊണ്ടുപോയി സബ്മിറ്റ് ചെയ്യാനാണ് ഇരിക്കുന്നത്. അത് മിനിസ്റ്ററുടെ മുമ്പിലും മറ്റു പലരെയും അതിന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആൾക്കാരെ അത് സബ്മിറ്റ് ചെയ്യാനായിട്ട് നാളെയാണ് നമ്മൾ പോകുന്നത്. അതിൻ്റെ അകത്തെ കാര്യങ്ങൾ എല്ലാവരും തന്നെ ശ്രദ്ധിക്കാതെ പോയവരുണ്ടെങ്കിൽ, കാരണം എല്ലാ ഗ്രൂപ്പുകളിലും പലവിധമായിട്ടുള്ള ഗ്രൂപ്പുകൾ നമ്മളുണ്ട്. ആ ഗ്രൂപ്പിലെല്ലാം തന്നെ എന്തൊക്കെയാണ് നാളത്തെ ബില്ലിനകത്ത് പറയേണ്ടത്, നമ്മുടെ അവകാശം എന്താണ് സാധിച്ചെടുക്കേണ്ടത് എന്നുള്ള കാര്യം വ്യക്തമായിട്ട് തന്നെ അത് PDF ഫയലാക്കി ഇട്ടിരുന്നു. ആരെങ്കിലും അത് കണ്ടില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 പോയിന്റ് ആണുള്ളത്. ഒന്ന്, നമുക്ക് നമ്മളെ, അതായത് അധ്യായം 2 വകുപ്പ് 3 എന്നുള്ള ഒരു പാരഗ്രാഫില് പൊതുജനാരോഗ്യ വകുപ്പിലെ മെമ്പർ സെക്രട്ടറി, പബ്ലിക് ഹെൽത്ത് ഓഫീസർ എന്ന 2 തസ്തികകളിലും ഒരു അലോപ്പതി ഡോക്ടറിനെ കേന്ദ്രീകരിച്ചാണ് കാര്യങ്ങൾ പോകുന്നത്. അതായത് അദ്ദേഹത്തിനെ അവിടെ കയറ്റി വെച്ചാല് ആ ഒരു സിസ്റ്റം എന്താണ് നമ്മൾ പഠിക്കുന്നത്, നമുക്കിപ്പോൾ ഹോമിയോപ്പതിയെ കുറിച്ചാണ് നമുക്കറിയാവുന്നത്. അവര് പഠിച്ചിരിക്കുന്ന സിസ്റ്റത്തിനെ കുറിച്ച് മാത്രമേ അവർക്ക് അറിയത്തുള്ളൂ.
അപ്പൊ ആ ഒരു മേഖലയിലെ ഒരു ഹോമിയോ ഡോക്ടറിനെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വളരെ കറക്റ്റ് ആയിട്ട് നമുക്ക് നമ്മുടെ അവകാശങ്ങൾ, അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മുടെ മെഡിസിൻ്റെ ആക്ഷൻ, എങ്ങനെയാണ് നമ്മൾ ഡിസീസിനെ നോക്കിക്കാണുന്നത്, എങ്ങനെയാണ് നമ്മൾ അതിന്റെ സിംറ്റംസ് എടുക്കുന്നത്, എന്തൊക്കെയാണ് നമ്മൾ ചെയ്യുന്നതെന്നുള്ള കാര്യം ആ ഒരു ഹോമിയോ ഡോക്ടർക്ക് മാത്രമേ ആ ഹോമിയോപ്പതി സിസ്റ്റത്തിൽ എങ്ങനെയാണ് ആ ഒരു ഡിസീസിനെ കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളത് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. അപ്പൊ അത് അവിടെ ഒരു ഹോമിയോപ്പതി ഡോക്ടറിനെയും കൂടെ നിയമിക്കേണ്ടത് വളരെ അത്യാവശ്യം. അതാണ് നമ്പർ 1 പോയിന്റ്. അദ്ദേഹം അവിടെ, അല്ലെങ്കിൽ ആരാ അവിടെ ഇരിക്കുന്നവർ വ്യക്തി എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അപ്പോഴപ്പം വരുന്ന കാര്യങ്ങൾ, അതായത് എന്താണ് ഡിസീസിനെ കുറിച്ച്, അല്ലെങ്കിൽ നമ്മളുടെ ആവശ്യം എന്താണ് ഹോമിയോപ്പതിയുടെ ആക്ഷൻ, ഹോമിയോപ്പതിക്ക് എന്ത് അതിൻ്റെ അകത്ത് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ അങ്ങനെ ഒരു വ്യക്തി ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. അതവര് പറയുകയാണെങ്കിൽ തന്നെ ആ ഒരു പോയിന്റ് അത് പ്രാബല്യത്തിൽ, അതായത് അവർ അംഗീകരിച്ച് വരികയാണെങ്കിൽ തന്നെ നമ്മളുടെ ഈ ആ ഒരു കോംപ്ലക്സ് സിറ്റുവേഷൻ നമ്മളിൽ നിന്ന് മാറിപ്പോകുന്നതാണ്. അപ്പൊ അതിന് മാക്സിമം ട്രൈ ചെയ്യാനാണ് നാളെ പോയി പല ഡോക്ടേഴ്സ്, ഒരുപാട് ഇതിനു വേണ്ടി ട്രൈ ചെയ്ത ഒരുപാട് ഡോക്ടേഴ്സ് ഉണ്ട്. അവര് ഒരു മാസം രാപകലില്ലാതെ ഉറക്കമൊഴിച്ച് ഈ ഒരു ഹോമിയോപ്പതിക് സിസ്റ്റത്തിന് വേണ്ടി തന്നെ പ്രവർത്തിച്ച് മുമ്പോട്ട് പോയ ഡോക്ടേഴ്സ് ഉണ്ട്. ആ ഡോക്ടേഴ്സ് എല്ലാവർക്കും വളരെയധികം നന്ദി രേഖപ്പെടുത്തുന്നു. ചെയർമാനും കൺവീനറും എല്ലാം തന്നെ. ചെയർമാന് ജയകുമാർ ഡോക്ടറാണ്, കൺവീനർ ദേവരാജ് ഡോക്ടറാണ്. അതിന്റെ കൂട്ടത്തിൽ ഒരുപാട് ഡോക്ടേഴ്സ് ഉണ്ട്. എല്ലാവരുടെയും പേര് ഞാൻ എടുത്തു പറയുന്നില്ല. ഇവരെല്ലാവരും തന്നെ ഇതിനു വേണ്ടി അഹോരാത്രം അത്രമാത്രം ബുദ്ധിമുട്ടി ഇത് വളരെ പഠിച്ച് മനസ്സിലാക്കി. കാരണം വളരെ കാച്ചിക്കുറുക്കി എന്താണ് 1-2 പോയിന്റ്സ് നമ്മളുടെ കാര്യങ്ങൾ പറയണം. അപ്പൊ അതിനുവേണ്ടി ഇത്രയും ആ ബില്ല് ഒരുപാട് പേജസ് ഉണ്ട്. ഏതോ ഒരു ഡോക്ടർ പറയുന്നത് ഓർഗൻ വാങ്ങിച്ച് പഠിക്കുന്നതിനേക്കാളും കഷ്ടമാണ്. അപ്പൊ അതിന്റെ അകത്തുനിന്ന് അത് മനസ്സിലാക്കി ആ 2 പോയിന്റ് വ്യക്തമായിട്ട്, അതായത് രണ്ടാമത്തെ പോയിന്റ്, ഏത് രോഗങ്ങളോ രോഗലക്ഷണങ്ങളോ ആയി ഏതൊരു വിഭാഗത്തിൽ വരുന്ന ഡിസീസ് വന്നാലും അത് അടുത്തുള്ള ക്ലിനിക്കിലെ അലോപ്പതി, അതായത് പബ്ലിക് ഹെൽത്ത് ഓഫീസറിനെ അത് അറിയിക്കുക എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ എടുക്കുന്ന രോഗലക്ഷണങ്ങൾ എങ്ങനെയാണ് നമ്മൾ എടുക്കുന്നത്, എങ്ങനെയാണ്, കാരണം എല്ലാ ഡോക്ടേഴ്സും ഒരേ മെഡിസിൻസ് തന്നെ കൊടുത്തെന്ന് വരത്തില്ല, ഒരേ ഡോസേജ് കൊടുത്തെന്ന് വരത്തില്ല, പൊട്ടൻസ് കൊടുത്തത് ഇങ്ങനെയൊക്കെയാണ്. പക്ഷെ ആ ക്യൂറിൽ എത്തിക്കാൻ വേണ്ടി നമുക്ക് സാധിക്കും. അതാണ് ഹോമിയോപ്പതിക് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പൊ ഇതൊക്കെ മറ്റൊരു ഫീൽഡിലുള്ള ഒരു വ്യക്തി, മറ്റൊരു മെഡിക്കൽ സിസ്റ്റത്തിലുള്ള ആളിനോട് പറഞ്ഞു കൊടുത്താൽ അവർക്ക് അത് അറിഞ്ഞുകൂടാ. അത് എന്താണ്, അപ്പൊ ആ ഡോക്ടർ അങ്ങനെ പറഞ്ഞല്ലോ, ഈ ഡോക്ടർ ഇങ്ങനെ പറഞ്ഞല്ലോ, അപ്പൊ തന്നെ അവർക്ക് അത് കൺഫ്യൂഷനായി. എന്തുകൊണ്ടാണ് ഇങ്ങനെ പല മെഡിസിൻ പറഞ്ഞത്, അല്ലെ പല ഡോസേജ് പറഞ്ഞതെന്നുള്ളതായി. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളില് ആ ഹോമിയോപ്പത്തിനെ തന്നെ അതിൻ്റെ അകത്ത് നിയമിക്കണം എന്നുള്ളത് ആവശ്യപ്പെടുന്നത് സാധിച്ചെടുത്താൽ തന്നെ നമുക്ക് നമ്മുടെ എല്ലാവിധ മെഡിക്കൽ ബില്ലുള്ള കൺഫ്യൂഷൻസ് എല്ലാം തീരും. പോസിറ്റീവായിട്ട് നമുക്ക് കാര്യങ്ങൾ മുമ്പോട്ട് പോവുകയും ചെയ്യാം. അതുപോലെ ട്രീറ്റ്മെന്റ് ചെയ്യാനുള്ള അവകാശം ഏതൊരു ഡിസീസിനും അവകാശം, അതുപോലെ തന്നെ പ്രിവെന്റീവും. നമുക്ക് അറിയാമല്ലോ, ഒരു പാൻഡമിക് വന്നിട്ട് നമ്മള് ആർസനിക് ആൽബം, അതിന്റെ ലോവർ പൊട്ടൻസി മുതൽ ലോവർ എന്ന് വെച്ചാൽ ആർസനിക് ആൽബം 30 ആണ് നമ്മൾ കൊടുത്തത്. ഒരുപാട് പേര്, ഭൂരിഭാഗം ഡോക്ടേഴ്സും ഈ പ്രിവെന്റീവ് ഒരുപാട് പേഷ്യൻസിലെ ഒരുപാട് ആൾക്കാർക്ക് നമ്മൾ അത് കൊടുത്തതാണ്. എന്നിട്ടും ഫൈനലി എല്ലാവരും തന്നെ വാക്സിനേഷൻ എടുത്തോളണം എന്നൊക്കെയുള്ള നിയമങ്ങൾ വന്നു. അതുകൊണ്ട് ആ ഒരു കാര്യം കൂടെ, കാരണം ഏതൊരു എൻഡമിക് ആയിക്കോട്ടെ, എപ്പിഡമിക് ആയിക്കോട്ടെ, പാൻഡമിക് ആയിക്കോട്ടെ, എന്ത് വന്നാലും നമുക്ക് പ്രിവെന്റീവൂടെ കൊടുക്കാൻ പറ്റിയ അവകാശം, അതും അതിന്റെ കൂട്ടത്തിൽ ട്രീറ്റ്മെന്റും, ഏതൊരു ഡിസീസിന്റെയും ട്രീറ്റ്മെന്റ് ആൻഡ് പ്രിവെന്റീവ്, ഇത് രണ്ടും കൊടുക്കാനുള്ള കാര്യങ്ങളും അത് ആ ഡോക്ടേഴ്സ് ഹോമിയോപ്പതി തന്നെയാണ് അവിടെ ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് അത് പറഞ്ഞ് മനസ്സിലാക്കി ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പൊ ഇതാണ് ഇമ്പോർട്ടന്റ്, അതിന്റെ കാതലായിട്ടുള്ള പോയിന്റ്സ് ഇത് 2 എണ്ണമാണ്. ഈ പോയിന്റ്സ് ആണ് നമ്മൾ നാളെ വിശദീകരിക്കാനായിട്ടിരിക്കുന്നതും അവർക്ക് സബ്മിറ്റ് ചെയ്യാൻ പോകുന്നതും. അത് നമ്മൾ ആവശ്യം നേടിയെടുക്കും എന്നുള്ള പൂർണ്ണമായിട്ടുള്ള വിശ്വാസത്തിലാണ് എല്ലാ ഡോക്ടേഴ്സും തന്നെ ഇരിക്കുന്നത്. അത് മനസ്സിലാക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത് കാണാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഈ ഒരു ഫ്ലോറിൽ അതുകൂടെ പറഞ്ഞ് ഇത് മറ്റുള്ളവർക്ക്, അതുപോലെ തന്നെ ഞാനിപ്പോ കണ്ടതില് എല്ലാം തന്നെ സീനിയർ ഡോക്ടേഴ്സ് ആണ് ഇതിന് ഇത് ഉണ്ടാക്കാനും എഴുതാനും കൊണ്ടുപോകാനും എല്ലാം തന്നെ മുന്നിൽ നിൽക്കുന്നത്. ശരിയാണ്, അവർക്ക് എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ട് അവർക്ക് ഇത്രയും കാര്യങ്ങൾക്ക് വിശദമായുള്ള കാര്യങ്ങൾ, അവർക്ക് നോളജ് കൂടുതലായിട്ട് അവർക്കുണ്ട്, അറിയാൻ സാധിക്കുന്നു. പക്ഷേ ജൂനിയർ ഡോക്ടേഴ്സും സ്റ്റുഡൻസും എല്ലാം തന്നെ ഈ കാര്യം മനസ്സിലാക്കി മുമ്പോട്ട് വന്ന്, കാരണം ഇനിയുള്ള നിങ്ങളുടെ കയ്യിലാണ് ബാക്കി കാര്യങ്ങളെല്ലാം ഇരിക്കുന്നത്.
അതുകൊണ്ട് ഇത് എന്താണെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കി ഈ നമ്മളുടെ ഈ അവകാശം നേടിയെടുക്കാൻ വേണ്ടി നിങ്ങളൂടെ മുന്നിട്ടിറങ്ങി പ്രവർത്തിക്കണം. എല്ലാ കാര്യങ്ങളും അതുപോലെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. മനസ്സിലാക്കാതെ മുമ്പോട്ട് ഹോമിയോപ്പതി പഠിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് പോലെ തന്നെ നമ്മുടെ അവകാശങ്ങൾ എന്തെല്ലാമാണ് എന്നുള്ളതും കൂടെ മനസ്സിലാക്കി മുമ്പോട്ട് പോകണം. നിങ്ങളോട് ഈ പല ഗ്രൂപ്പിലും ഉണ്ട്, അതിലെടുത്ത് വ്യക്തമായിട്ട് അത് വായിച്ച് മനസ്സിലാക്കുക. പിന്നെ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട വേറൊരു കാര്യം, കഴിഞ്ഞ ദിവസം യൂട്യൂബിനകത്ത് വന്ന ഒരു സംഭവമാണ്. അത് നീറ്റ് എക്സാം. സാധാരണ നമുക്കറിയാമല്ലോ, +2 കഴിഞ്ഞു കഴിഞ്ഞാൽ നീറ്റ് എക്സാം ഉണ്ട്. ഇപ്പോഴ് നീറ്റ് എക്സാം കഴിഞ്ഞിട്ട് മാത്രമേ അതിൻ്റെ അകത്ത് വരുന്ന ആ ഒരു റാങ്ക് ലിസ്റ്റില് ഹോമിയോപ്പതിക്കുള്ള ആ റാങ്ക് എവിടെ മുതൽ തുടങ്ങുന്നു, അതിലെത്ര എല്ലാ കോളേജസിലും ഉള്ള എത്ര സീറ്റ് ഉണ്ട്, അതിൻ്റെ ആ റാങ്ക് ലിസ്റ്റ് അവരിടും. അതിലാണ് നമ്മൾ ചെന്ന് ഹോമിയോ കോളേജിൽ നമ്മൾ അഡ്മിഷൻ എടുത്ത് നമ്മൾ അവിടെ പഠിക്കുന്നത്. പക്ഷേ കഴിഞ്ഞ ദിവസം ഒരു യൂട്യൂബർ അത് പറഞ്ഞത്, അത് ഞാൻ മറ്റുള്ള ഡോക്ടേഴ്സിനോട് ചോദിച്ചു ഇത് വ്യക്തമാണോ, ഇത് കറക്റ്റ് ആണോ എന്നുള്ളത്. കറക്റ്റ് ആണെന്ന് സ്ഥിരീകരിച്ച് കിട്ടിയതിന് ശേഷം ആണ് ഞാൻ ഇവിടെ ഇത് പറയുന്നത്. ഈ 2024 മുതൽ ആയുർവേദം, സിദ്ധ, യുനാനി ഈ 3 എണ്ണമാണ് അവർ എടുത്തു പറഞ്ഞത്. ആയുഷിലെ ഹോമിയോപ്പതി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. പക്ഷെ ഹോമിയോപ്പതി എന്ന് അവർ പറഞ്ഞില്ല. ഒരു പക്ഷേ ലാസ്റ്റ് വൺ ആയുഷ് എന്നുള്ളത് ലാസ്റ്റ് വൺ ആയതുകൊണ്ട് വിട്ടുപോയതാണോ എന്ന് എനിക്കറിയത്തില്ല. സെപ്പറേറ്റ് നീറ്റ് എക്സാം, കോമൺ ആയിട്ടുള്ള നീറ്റ് എക്സാം അല്ലാതെ നീറ്റ് എക്സാമിൽ വേണ്ട, ഞങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് എക്സാം നടത്തി. അത് നീറ്റ് തന്നെയാണെന്നാണ്, ആ എക്സാമിന്റെ പേര് നീറ്റ് എന്ന് തന്നെയാണ്, നടത്തി. അതിൻ്റെ അകത്ത് റാങ്ക് ലിസ്റ്റ് വരുന്ന കുട്ടികളെ ആ വൈദ്യശാസ്ത്ര മേഖലകളിൽ, അതായത് ആയുർവേദമാണെങ്കിലും യുനാനി ആണെങ്കിലും സിദ്ധ ആണെങ്കിലും അതിലേക്ക് പഠിക്കാൻ നല്ല ഒരു കാര്യമാണ്. കാരണം എനിക്ക് തോന്നുന്നു ഇന്ന് ഇൻട്രസ്റ്റ് കുട്ടികൾ കാണിക്കാത്തത്, ടെസ്റ്റ് എഴുതി കഴിയുമ്പോഴത്തേന് എപ്പോഴും തന്നെ ഇനി ഏതൊരു സിസ്റ്റം ആണെങ്കിലും റാങ്കിന്റെ മേളിൽ നിൽക്കുന്നതാണല്ലോ നമ്മൾ ആഗ്രഹിക്കുന്നത് എല്ലാവരും തന്നെ. അത് കിട്ടാതെ വരുമ്പോൾ ഉള്ളത് താഴോട്ട് വരുന്നതിൽ നമ്മൾ സാറ്റിസ്ഫൈ ആകുന്നു എന്നൊരു രീതിയിൽ വരുന്നത് കൊണ്ടാണോ ഇനി ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ ഇൻട്രസ്റ്റ് ആയിട്ട് ഇടപെടാത്തത്, വളരെ സീരിയസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യാത്തതും ഒരുപാട് പേരുണ്ട്. അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ, സീരിയസ് ആയിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ, അതായത് നമ്മളിപ്പോ തന്നെ മെഡിക്കൽ ബില്ല് അവതരിപ്പിക്കാൻ നമുക്ക് പോയ കുറവുകൾ നീക്കാൻ വേണ്ടി നമ്മൾ പോകുന്നുണ്ട്, കാര്യങ്ങൾ ഇടപെടാത്തത് ഒരുപക്ഷെ ഈ ഒരു റീസൺ കൊണ്ടും ഒക്കെ ആയിരിക്കാം. പക്ഷെ അവര് അത് പറയുന്നത് ഇതിന് തന്നെ ഞങ്ങൾക്ക് ആയുർവേദത്തിന് തന്നെ വേണം, അല്ലെങ്കിൽ എനിക്ക് സിദ്ധ പഠിച്ചാൽ മതി എന്നുള്ള ആ ഇൻട്രസ്റ്റ് ആയിട്ട് തന്നെ ആ ഒരു മെഡിക്കൽ സെക്ഷൻ എന്തുവായിക്കോട്ടെ ആ എഡ്യൂക്കേഷണൽ സിസ്റ്റം ഫോളോ ചെയ്ത് വരുന്ന കുട്ടികളെ പഠിപ്പിച്ച് അവരാകുമ്പോ അപ്പം ആ ഇൻട്രസ്റ്റ് ആയിട്ട് വരുന്നത് കൊണ്ട് ആ സിസ്റ്റത്തെ തന്നെ ഉയർത്തിയെടുക്കാൻ വേണ്ടി എന്തെല്ലാം അതിൻ്റെ അകത്ത് നമ്മളുടെ എഫർട്ട് കൊടുക്കാമോ അതെല്ലാം കൊടുത്ത് ആ സിസ്റ്റം തന്നെ ഉയർന്നു വരും. അപ്പൊ അങ്ങനെ ഒരു തീരുമാനം എടുത്തത് വളരെ നന്നായി. ആ രീതിയിൽ നീറ്റിന്റെ എക്സാമിൽ ഇനിയുള്ള കുട്ടികളെ, അപ്പൊ അവർക്ക് കൂടുതലായിട്ട് എനിക്ക് തോന്നുന്നു ഈ ഒരു സിസ്റ്റം കൊണ്ട് നമ്മൾ ഓരോരുത്തരോരുത്തർ ഇൻഡിവിജ്വലി ഉയർന്നു വരുന്നത് കൂടാതെ ആ സിസ്റ്റത്തോടെ ഉയർത്തിയെടുക്കാൻ വേണ്ടി അതിൽ പഠിക്കാൻ വരുന്ന കുട്ടികൾക്ക് കൂടുതലായിട്ട് കഴിയും എന്ന് ഈ ഒരു സംഭവം കണ്ടപ്പം അത് കൂടുതൽ ബോധ്യമായി. അതൊരു നല്ല കാര്യമാണ്. 2024 മുതൽ അങ്ങനെ ഒന്ന് വരുന്നെങ്കിൽ നന്നായിരിക്കും. അത് അതിൻ്റെ അകത്ത് ഹോമിയോപ്പതി എന്ന് പറഞ്ഞില്ല, ഹോമിയോപ്പതിയും കൂടെ ഉണ്ടായിരിക്കാം. വ്യക്തമായിട്ട് ഇനി അതൊന്നുകൂടെ 1-2 പേര് മറ്റുള്ളവർ പറയുന്നത് കൂടെ ശ്രദ്ധിക്കണം. പക്ഷെ ഇങ്ങനൊരു സംഭവം ഉണ്ട് 2024 മുതൽ. കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിട്ടും ഈ ഇത്രയും നമ്മളുടെ ഗ്രൂപ്പുകളിലൊക്കെ ഇട്ടിട്ടും വളരെ കുറച്ചു പേര് ഡോക്ടേഴ്സ് മാത്രമേ ഇതിൻ്റെ അകത്ത് അഭിപ്രായം പറയുക. എല്ലാവരും തന്നെ മൗനസമ്മതമായിട്ടിരുന്നു. ശരിയാണ്, ആ സമ്മതം തന്നെയാണ്. എല്ലാവരും ഇപ്പൊ പറയണ്ടായല്ലോ. എന്നിരിക്കലും കുറച്ചു പേര് മാത്രമേ ആ ഡിസ്കഷനിലൊക്കെ കണ്ടുള്ളൂ. അതാണ് ഞാൻ ഇപ്രാവശ്യം കൂടെ അത് പറയാനുള്ള കാരണം. കുറച്ചു പേർക്ക് അത് മനസ്സിലായിട്ടില്ല, ഈ ബില്ലിന്റെ അകത്തെ കാര്യം. കുറച്ചു പേര് അത് വായിച്ചിട്ടേ ഇല്ല. കാരണം കാര്യങ്ങൾ നേടി വരുന്നുണ്ടല്ലോ, അതുകൊണ്ടായിരിക്കാം. അല്ലാതെ അവർക്ക് അതിനോടുള്ള അതായത് പ്രതിപത്തി ഇല്ലാഞ്ഞിട്ടല്ല, അത് മനസ്സിലാകുന്നുണ്ട്. എന്നാലും ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ. കാര്യങ്ങൾ നമുക്ക് സബ്ജക്റ്റ് അറിയുന്നത് പോലെ തന്നെ എന്താണ് നമുക്ക് സിസ്റ്റത്തിൽ ഉണ്ടാകുന്ന കുറവുകൾ, അതെങ്ങനെ നികത്തിയെടുക്കാം, ഇതുകൂടെ നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കി വേണം മുമ്പോട്ട് പോകാൻ. അതുപോലെ തന്നെ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ബില്ല്, അതിന്റെ കേസ് നമ്മളല്ല, അത് ഡെന്റിസ്റ്റ് അവരെല്ലാവരോടാണ് കൊടുത്തിരിക്കുന്നത്. ഇന്നലെ അതിന്റെ വിധി വരുമെന്നാണ് പറഞ്ഞത്. അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊന്നും പുറത്തോട്ട് വന്നിട്ടില്ല.
അതിനെ ഇങ്ങനെയുള്ള കാര്യങ്ങളും, കാരണം ഒരു ക്ലിനിക്കിൽ എന്തെല്ലാം വേണം, അത് നമ്മൾ അവരുടെ ആ ആവശ്യങ്ങൾ ഫുൾഫിൽ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പെനാൽറ്റി അടയ്ക്കേണ്ടി വരും. അപ്പൊ ഇതൊക്കെ എല്ലാവരും തന്നെ മനസ്സിലാക്കി വെക്കേണ്ട കാര്യമാണ്. അതുകൊണ്ട് അപ് ടു ഡേറ്റ് ആകാൻ ശ്രമിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ കൂടെ മെഡിസിന്റെ അപ് ടു ഡേറ്റ് ആകുന്ന പോലെ തന്നെ അപ്ഗ്രഡേഷൻ ഇതിന്റെ കാര്യത്തിലും കൂടെ എല്ലാവരും ചെയ്യണം. എന്നാലേ നമുക്ക് ആ നമ്മുടെ സിസ്റ്റത്തെ കൂടി ഉയർത്തിയെടുക്കാൻ പറ്റുകയുള്ളൂ. ഞാൻ ഇന്ന് അധികം സബ്ജക്റ്റിലോട്ട് പോകാത്തത് കൊണ്ട് ഞാൻ പറഞ്ഞില്ല, വളരെ കുറച്ച് കാര്യമാണ്. ഇതൊരു കോമൺ ആയിട്ടുള്ള സംഭവമാണ്. അതുകൊണ്ട് നേരത്തെ തന്നെ ഷൈല ഡോക്ടറിനോട് പറയുകയാണ്, നേരത്തെ തന്നെ നമുക്ക് ഡിസ്കഷൻ യൂണിറ്റിലോട്ട് പോകാം. ഇപ്പം 8:30 ആയിട്ടുള്ളൂ. അപ്പൊ മെഡിസിൻസിന്റെ കൂടുതൽ ഇത് ഈ കേസസ് കിട്ടിയവര് ഡിസ്കസ് ചെയ്ത് പുറത്തോട്ട്, അത് എല്ലാവർക്കും തന്നെ കിട്ടുന്ന ഒരു നോളജാണ്. അതിന് തയ്യാറായ ഡോക്ടേഴ്സ് മുമ്പോട്ട് വന്നാൽ നമുക്ക് കൂടുതൽ ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ഇനി മറ്റേ മെഡിക്കൽ ബില്ലാണെങ്കിലും കുഴപ്പമില്ല. കൂടുതൽ മറ്റുള്ള അറിയാതിരിക്കുന്നവർ കൂടുതൽ അറിഞ്ഞോട്ടെ. അതും ഒരു നല്ല കാര്യമാണ്. അതുകൊണ്ട് ഡിസ്കഷൻ യൂണിറ്റിലോട്ട് നമുക്ക് പോകാം. ഓക്കെ പ്രീത ഡോക്ടറെ, നമുക്ക് ഡിസ്കഷനിലേക്ക് പോകാം. ഹോമിയോപ്പതിയുടെ 2 വടവൃക്ഷങ്ങൾ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. അവർക്ക് എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കാം. അപ്പൊ അവരിൽ നിന്നും കൂടുതൽ നമുക്ക് പഠിക്കാം. അതാണ്, കാരണം വടവൃക്ഷങ്ങളാണ്. ഹരിഹരൻ സാറ് ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. സാറെ സംസാരിച്ചോളൂ. അത് പിന്നെ ഡോക്ടർ പ്രീത എം ഉണ്ണി ഡോക്ടർ കഴിഞ്ഞ പ്രാവശ്യം ഇതിന്റെ ബില്ലിന്റെ കാര്യത്തെ കുറിച്ച് സംസാരിക്കുന്നു. ദാറ്റ് ഈസ് വെരി ഗുഡ്. ബട്ട് ഡോക്ടർ, എനിക്ക് തോന്നുന്നു ഇതിനു മുമ്പ് നമ്മുടെ ഫോറത്തില് അധികം കയറിയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞങ്ങൾ ഏതാണ്ട് 1 മാസക്കാലം ബില്ലിന്റെ ആദ്യ അവസാനം വരെ ഡിസ്കസ് ചെയ്ത് അതിന് ആവശ്യമായിട്ടുള്ള എന്തെല്ലാം ചേഞ്ചസ് വരുത്തണോ അതെല്ലാം ഡിസ്കസ് ചെയ്ത് തീരുമാനിച്ചിട്ടുണ്ട്. ആ തീരുമാനിച്ച പ്രകാരമാണ് ഇപ്പൊ ദേവൻ ജയകുമാറിന്റെ അവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇവിടെ ഫോറത്തിൽ വന്നിരിക്കുന്നവരെല്ലാവരും അതിനെക്കുറിച്ച് ദേ ആർ ഫുള്ളി അവെയർ അബൌട്ട് ഇറ്റ്. അത് ഡോക്ടർ പ്രീത ഉണ്ണി ചിലപ്പോൾ പങ്കെടുക്കാത്തതുകൊണ്ടായിരിക്കും അത് മനസ്സിലാവും. ഡോക്ടറെ, എനിക്ക് അങ്ങനെ ആ ഒരു 1 month ആയിട്ട് ഡിസ്കഷൻ നടന്നിട്ടുണ്ടെന്നും ഞാൻ കേറിയില്ല. പക്ഷെ അതിന്റെ അകത്ത് നടന്ന കാര്യങ്ങൾ മുഴുവൻ ഞാൻ അറിഞ്ഞിട്ടുണ്ട്. ഞാൻ അറിഞ്ഞിട്ടില്ലാത്ത, കാരണം ചിലര് ഞാൻ പേര് ഒന്നും എടുത്ത് പറയുന്നില്ല, ഇതിന്റെ കാര്യം മെഡിക്കൽ ബിൽ എന്ന് പറയുമ്പോ തന്നെ അത് എന്താണെന്ന് എന്നോട് ചോദിച്ചവരുണ്ട്. ഡോക്ടർ ഞാൻ പറഞ്ഞു തീർന്നിട്ട് ഡോക്ടർ സംസാരിച്ചോളൂ. അപ്പൊ അതുകൊണ്ട് ഈ ഫോറത്തില് അങ്ങനെ സ്ഥിരമായിട്ട് വന്നുകൊണ്ടിരുന്ന, എനിക്ക് തോന്നുന്നു അന്ന് ഫോറത്തിൽ ഏതാണ്ട് ബിലോ 100, ഏതാണ്ട് 80 ഒക്കെ ഉണ്ടായിരുന്നു അന്ന് അതിന്റെ പ്രസക്തി. നമ്മൾ ഈ ഫോറത്തിൽ ഇപ്പോഴല്ല ഇത് ചർച്ച ചെയ്യാൻ തുടങ്ങിയത്. വളരെ മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഈ IFESന്റെ ഫോറത്തിൽ ഇതിനെപ്പറ്റി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പല പല അത് നമ്മൾ വാട്സപ്പ് മുഖാന്തരം ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും 1 മാസമായിട്ട് അതിന്റെ ആദ്യ അവസാനം വരെ ലാസ്റ്റ് പോയിന്റ് വരെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ IFEHന്റെ സെക്രട്ടറി അത് റൈറ്റ് ചെയ്ത് പൂർണ്ണമായിട്ട് ആക്കിയിട്ടുണ്ട്. അത് നമ്മുടെ ദേവൻ ഡോക്ടർ അതിനകത്ത് ആക്റ്റീവ് പാർട്ടിസിപ്പന്റ് ആണ്. ഇപ്പൊ തൃശ്ശൂർ കൂടിയ മീറ്റിങ്ങിലും ദേവൻ ആക്റ്റീവ് ആണ്. അതില് ഒരു ചെറിയ വാക്ക് പോലും നമ്മൾ വിട്ടിട്ടില്ല. അത് ഈ ഫോറത്തിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം ഡോക്ടർ പറഞ്ഞ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് ഇപ്പം കോടതിയിലാണ് വിധി വന്നോന്ന് എനിക്കറിയില്ല. പക്ഷെ അത് ഈ 1 man, അതായത് ഒരു ഡോക്ടർ മാത്രമുള്ള ക്ലിനിക്കുകൾക്ക് അത് ബാധകമല്ല. അതേസമയം അത് കൂടുതൽ സ്റ്റാഫുള്ള ക്ലിനിക്കുകൾക്ക് അത് ബാധകമാണ്. അതിനെതിരെയാണ് ഇപ്പൊ ഗവൺമെന്റ് തന്നെ സമ്മതിച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് ഓൾട്ടറേഷൻസ് ഒക്കെ വരുത്താമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. ഈ 2 കാര്യമാണ് എനിക്ക് പറയുന്നത്. പിന്നെ അഡിനോയിനെ കുറിച്ച് നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാം. ഞാനിപ്പോ ഡോക്ടർ കഴിഞ്ഞ പ്രാവശ്യം ഇത് തന്നെ പറഞ്ഞിരുന്നു. ഞാൻ ഓർമ്മപ്പെടുത്തി. കാരണം അത് സീരിയസ് ആയിട്ട് എടുക്കണമല്ലോ എല്ലാവരും. അതുകൊണ്ട് തന്നെയാണ് ഓർമ്മപ്പെടുത്തിയത്.
ഇതിനകത്ത് അതെ ബുദ്ധിമുട്ടി ഒരുപാട് പേരുണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഡോക്ടർ ഓർമ്മപ്പെടുത്തിയത് എപ്പോഴും നല്ലത് തന്നെയാണ്. അല്ല ഞങ്ങൾ ഇപ്പോഴേ ഡിസ്കസ് ചെയ്തത് ഡോക്ടർ അറിഞ്ഞിട്ടുണ്ടാവില്ല. ഈ ഇപ്പൊ പറഞ്ഞതിൽ നിന്ന് മനസ്സിലായത് അങ്ങനെയാണ്. അതുകൊണ്ടാണ് അല്ല, ഞാൻ അറിഞ്ഞു 1 മന്ത് കൊണ്ട് നടക്കുന്ന 1 മന്ത് അല്ല, അതിനു മുമ്പ് എത്രയോ മുമ്പ് വരെ നടക്കുന്ന ഡിസ്കഷന്റെ കാര്യമെല്ലാം ഞാൻ അറിയുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ 1-2 പേര് എന്നോട് ഇത് എന്താണെന്ന് ചോദിച്ചു. അതുകൊണ്ട് അവരുടെ ഒരു അവയർനെസ്സിന് വേണ്ടി മാത്രം പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ ആ ബില്ലിന് റീറൈറ്റ് ചെയ്തത് അതിന്റെ കംപ്ലീറ്റ് ആയിട്ട് ദേവന്റെ കയ്യിലും നമ്മുടെ സെക്രട്ടറിയുടെ കയ്യിലും ഇരിപ്പുണ്ട്. അതിനകത്ത് ഡോക്ടർ പറഞ്ഞ ഈ പോയിന്റ് ഒക്കെ വളരെ വളരെ ശരിയാണ്. അത് മാത്രമല്ല വേറെയും പോയിന്റ്സ് ഉണ്ട് ഇതിനകത്ത്. വേറെയും പല പല കാര്യങ്ങളുണ്ട്. അതെല്ലാം നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തതാണ്. ഡോക്ടർ പറഞ്ഞത് ഇമ്പോർട്ടന്റ് ആണ്. അത് കൂടാതെ തന്നെ വേറെ ഒത്തിരി കാര്യം അവിടെ നമുക്ക് ചില ചേഞ്ചസ് ഒക്കെ വരുത്തേണ്ടതായിട്ടുണ്ട്. അതിലെ ആ ഫൈൻ്റെ കാര്യത്തിലും എല്ലാം നമുക്ക് ചേഞ്ചസ് വരുത്തേണ്ടതായിട്ടുണ്ട്. അതെല്ലാം ഞങ്ങൾ ഇവിടെ ഡിസ്കസ് ചെയ്തതാണ് ഡോക്ടർ. എന്തായാലും ഡോക്ടർ പറഞ്ഞത് നന്നായി. ഞാൻ അതിനെ കുറ്റം പറയുകയല്ല, ഞാൻ പറഞ്ഞ നന്നായി. എന്നാലും ഞാൻ പറയുമായിരുന്നു IFPH ഓർഗനൈസേഷൻ ഈസ് ഫുള്ളി അവെയർ അബൌട്ട് ഇറ്റ്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും പറയാൻ കാര്യം. ഓക്കെ ഹരിഹരൻ സാറേ. ഓക്കെ ഹരിഹരൻ സാറേ, അടുത്തത് നമുക്ക് കുറുപ്പ് സാറിലേക്ക് പോവാം. ശ്രീധര കുറുപ്പ് സാറേ സംസാരിച്ചോളൂ, അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചോളൂ. കേൾക്കാമോ? കേൾക്കാം സാറേ, കേൾക്കാം. ഏതായാലും ഡോക്ടർ ഹരിഹരൻ ഡോക്ടർ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ ആ ബില്ലിന്റെ കാര്യത്തിലോട്ടൊന്നും കടക്കുന്നില്ല. എനിക്ക് കൂടുതൽ താല്പര്യം ക്ലിനിക്കൽ സബ്ജക്റ്റിനോടാണ്. അതുകൊണ്ട് ഞാൻ ഈ അഡിനോയിഡ്സിനെ കുറിച്ചാണ് കൂടുതൽ പറയാൻ. അതിന് ഡോക്ടർ പറഞ്ഞു അഡിനോയിഡിനെ അഗ്രാഫിസ് ന്യൂട്ടൻസ് നല്ല മെഡിസിൻ ആണെന്ന് പറഞ്ഞു. അതിൻ്റെ പ്രധാനപ്പെട്ട ഇത് ശ്വാസം വായിൽ കൂടെ വിടുക, ടോൺസിലും വലുതായിട്ടിരിക്കും, ചെവി അടഞ്ഞിരിക്കും, ഇങ്ങനെ കാറിക്കൊണ്ടിരിക്കും ഇടയ്ക്കിടയ്ക്ക്. അതാണ് അതിന്റെ പ്രധാനപ്പെട്ട. അത് മദർ ടിഞ്ചറോ പറയാനുണ്ടെങ്കിൽ അവസാനം അല്ലെ ഡോക്ടർ പറഞ്ഞു കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ എന്നിട്ട് സംസാരിക്കോട്ടെ. ഇടയ്ക്ക് കയറി പറയുന്ന ഇടയ്ക്ക് അത് നമ്മുടെ ആ ഫ്ലോയെ ഇടയ്ക്ക് ബാധിക്കും. അതുകൊണ്ടാ. പിന്നെ കുട്ടികളിൽ ഇത് സാധാരണ കാണാറുണ്ട്. അങ്ങനെ അടുപ്പിച്ച് വളരെ ക്രോണിക് ആയിട്ട് കാണുകയാണെങ്കിൽ ബെറൈറ്റ കാർബാണ് മെഡിസിൻ. പിന്നെ ഈ പൊണ്ണത്തൊടിയൊക്കെ വെച്ച് ഇപ്പം ഈ ഫുഡൊക്കെ വെളിയിൽ നിന്നുള്ള ഫുഡൊക്കെ കഴിച്ച് അമിതവണ്ണവും തലയ്ക്ക് വിശർക്കുന്ന കാലുകളെ കാലാവസ്ഥയിൽ മാറ്റങ്ങൾ വരുന്ന ജലദോഷം മുതലായി വരികയാണെങ്കിൽ കാർക്കറിയ കാർബാണ് മെഡിസിൻ. അത് കോൺസ്റ്റിറ്റ്യൂഷൻ മെഡിസിൻ പെടും. പിന്നെ ഒരു പ്രത്യേക മഞ്ഞ നിറത്തിലുള്ള മൂക്കൾ, അതായത് ഈ സ്ട്രിഞ്ചി മ്യൂക്കസ് ഒക്കെയാണ് വരുന്നെങ്കിൽ ഒരു മഞ്ഞ നിറത്തിലുള്ള മൂക്കളെയാണ് മൂക്കടപ്പ് അനുഭവപ്പെടുന്നെങ്കിൽ ഹൈഡ്രാസ്റ്റിസ് കൊടുക്കാം. പിന്നെ അതിന് വേറൊരു ഗുണം കൂടെ ഉണ്ട്. ഹൈഡ്രാസ്റ്റിസും ഡെസറിനും 1:6 എന്നുള്ള അനുപാതത്തിൽ ചേർത്തിട്ട് അത് ഒരു പഞ്ഞിയിൽ മുക്കി മൂക്കിനകത്ത് വെച്ചാൽ ശ്വാസം മുട്ടലിന് വളരെയധികം പെട്ടെന്ന് കുറവ് കിട്ടും. അതൊരു എക്സ്റ്റൻഡ് ആപ്ലിക്കേഷൻ. കാലിബൈക്കിന്റെ എല്ലാവർക്കും അറിയാവുന്ന കട്ടിയുള്ള ചരട് പോലെ വലിഞ്ഞു വരുന്ന പശയുള്ള മഞ്ഞയും പച്ചയും കലർന്ന നിറമുള്ള മൂക്കടപ്പും മൂക്കിൽ നിന്നും ദുർഗന്ധവും അനുഭവപ്പെടും. ചിലർക്ക് സഹിക്കാൻ മേലാത്ത ഒരു ചീഞ്ഞ മാറ്റം പോലെ വരും. അതിൻ്റെ മെഡിസിൻ കാലിബൈക്കാണ്. ചീഞ്ഞ മാറ്റം പോലെയുള്ള കഫത്തിൻ്റെ ഒരു മണമുണ്ട്, അങ്ങനെയും വരാം. അങ്ങനെ വന്നെങ്കിൽ അത് കാലിബൈക്കാണ് മെഡിസിൻ. പിന്നെ വേറൊരു മരുന്ന്, പ്രത്യേക ഔഷധം മെർക്ക് അയോഡൈലാണ്. അതും വളരെ ഒരു നല്ല മെഡിസിനാണ്. പിന്നെ ഇന്റർ കറന്റ് ആയിട്ടുള്ള മെഡിസിൻ ബേസിലിനോ ട്യൂബർക്കുലിനോ എഫക്റ്റീവ് ആയില്ലെങ്കിൽ ഇന്റർ കറന്റ് ആയിട്ട് കൊടുക്കാവുന്ന ഒരു എന്താ നമ്മൾ പറയുന്നത്, അത് നോസോഡാണ്. പിന്നെ ബയോകെമിക്കൽ 1-2 മെഡിസിൻസ് വരുന്നുണ്ട്. അത് ബയോകെമിക്കൽ വരുന്നത് ഫസ്റ്റ് സ്റ്റേജ് ആണെങ്കിൽ കാർക്കേറിയ ഫോസും, സെക്കൻഡ് തേർഡ് സ്റ്റേജ് ആണെങ്കിൽ കാർക്കേറിയ ഫ്ലോറും കൊടുക്കാം. കാർക്കേറിയ ഫോസ് 6x കാർക്കേറിയ ഫ്ലോർ 12x ആണ് കൊടുക്കുന്നതാണ് ഉത്തമം. പിന്നെ ഇത് കൂടാതെ
ഈ ഈ ഇതിൻ്റെ അകത്ത് നമ്മുടെ ഈ പാതക്കിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത് അഡിനോയിഡ്സിന് 2 മാർക്സ് പറഞ്ഞിരിക്കുന്ന കാർക്കേറിയ പോസും മെർസോളുമാണ്. കൂടാതെ പറഞ്ഞിരിക്കുന്ന അഗ്രാഫിസ്, കാർക്കേറിയ എഡേറ്റ്, അയോഡം, ട്യൂബർക്കുലിനും പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ ഓൾറെഡി പറഞ്ഞതാണ് ഇതൊക്കെ. പിന്നെ പോസ്റ്റ് നേസൽ ആണെങ്കിൽ മെസേറിയം, റിമൂവൽ ആഫ്റ്റർ, അതായത് ചിലർക്ക് ഇത് ഇപ്പം എല്ലാം കണ്ടിച്ചു കളയാണല്ലോ, ടോൺസിലാണേലും. അങ്ങനെയുള്ളവർക്ക് വരികയാണെങ്കിൽ കാലിസാണ് മെഡിസിൻ. ഇത്രയൊക്കെയാണ്. എന്നാണേലും നമുക്ക് വളരെയധികം ഇഷ്ടം പോലെ കേസ് കിട്ടുന്ന കേസാണ്. ഞാൻ ഇഷ്ടം പോലെ നമുക്ക് കുറവാക്കാനും മറ്റേത് ചെയ്ത് ബാക്കിയുള്ള സിസ്റ്റങ്ങളൊക്കെ ചെയ്തിട്ട് കുറഞ്ഞില്ലെങ്കിൽ നമ്മുടെ അടുത്ത് വരുമ്പം കൊടുക്കാൻ പറ്റിയ മെഡിസിൻസ് ഒക്കെയാണ് ഇതെല്ലാം എന്നാണ് എൻ്റെ അഭിപ്രായം. പിന്നെ സാറേ സ്നോറിങ് കൂടുതലുണ്ടെങ്കിൽ ഏത് കൊടുക്കാം? അത് പറയാം. അത് ഈ ഡെഫിനസ് ഉണ്ടെങ്കിൽ ഓരോന്ന് പറഞ്ഞു വരാം. ഡെഫിനസ് കൂടുതലുണ്ടെങ്കിൽ ഇതാണ് അഗ്രാഫിസ് നൂതൻസ് എന്ന് പറയുന്ന കൊടുക്കുന്നത്. പിന്നെ ഇത് സാധാരണ അതിൻ്റെ കൂട്ടത്തിലുള്ള ഒരു സിംറ്റം ആയിട്ടാണ് കാണുന്നത് ഈ സ്നോറിങ്. അവർ വായിക്കൂടിയാണ് കൂടുതൽ വിടുന്നത്. അന്നേരം ഇത് സാധാരണ ഇതിൻ്റെ ഒരു സിംറ്റമായിട്ടാണ് കാണുന്നത്. പിന്നെ പ്രത്യേകിച്ച് നോക്കിയിട്ട് ഞാൻ പറയാം. പിന്നെ ചുമ കൂടുതലുണ്ടെങ്കിൽ കാർക്കേറിയ എഡേറ്റ, പിന്നെ അഡിനോയിഡ് വീണ്ടും വേണമെങ്കിൽ കാർക്കേറിയ പോസ. പിന്നെ ഇത് കൂടാതെ ഒരു മെഡിസിനോടുണ്ട്, സ്ട്രെപ്റ്റോകോക്സിന്. സർജിക്കൽ റിമൂവ് കഴിഞ്ഞിട്ട് വരുന്ന റിപ്പീറ്റഡായിട്ട് വീണ്ടും തൊണ്ടയ്ക്ക് വേദനയൊക്കെ വന്നെങ്കിൽ അങ്ങനെ വരാം. പിന്നെയും അതുകൊണ്ടൊന്നും കുറഞ്ഞില്ലെങ്കിൽ കൊടുക്കാവുന്ന വേറൊരു മെഡിസിനാണ് നേസൽ പോളിപ്പ് കൂടെ കൂടി വരികയാണെങ്കിൽ. പിന്നെ നമുക്കറിയാമല്ലോ സൾഫറിൻ്റെ ബാത്തിങ് അബോർഷൻ, ഒറേഷ്യസ് ആപ്പിറ്റേറ്റ്, എത്ര തിന്നാലും മതിയാകുകയില്ല. ഇങ്ങനെയുള്ളതിനൊക്കെ സൾഫർ ഇന്റർകറൻ്റായിട്ട് കൊടുത്താൽ വളരെയധികം അതിൻ്റെ വെൽ സെലക്ടഡ് റെമഡി ഫെയിലായാൽ നല്ലവണ്ണം നമുക്ക് കാണാൻ പറ്റും. ഇതൊക്കെയാണ് കൂടുതൽ. പിന്നെ ഐട്രാസ്റ്റിസിൻ്റെ ഞാൻ പറഞ്ഞല്ലോ 1:6 എന്നുള്ളത്. ഐട്രാസ്റ്റിസും ഗ്ലിസറിനോടെ കൂട്ടി അതിനൊരു ടാബു ഒരു പഞ്ഞിയെ മുക്കിയിട്ട് മൂക്കിനകത്ത് വെച്ചാൽ കുഞ്ഞുങ്ങൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ പറ്റും. ഇത്രയൊക്കെയാണ് എനിക്ക് പറയാൻ ഉള്ളത്. പിന്നെ ഇനി ഇവിടെ വേറെ എന്നെക്കാട്ടി വളരെ വിദഗ്ധന്മാരായിട്ടുള്ള ഹോമിയോപ്പതി ഡോക്ടർമാരൊക്കെ ഇരിപ്പുണ്ട്, അവരൊക്കെ പറയട്ടെ. ഇനിയുണ്ട് സമയം 42 ആയുള്ളൂ. ഇനി ഉണ്ട് ഏകദേശം 18 മിനിറ്റ് ഉണ്ട്. ഇല്ലെങ്കിൽ ആരും പറഞ്ഞില്ലെങ്കിൽ പിന്നെ ഞാൻ ചോദിച്ചതിന് മറുപടി പറയാം. ഓക്കെ കുറുപ്പ് സാറേ. പ്രീത ഡോക്ടർ കുറച്ചതും കൂടി കുറുപ്പ് സാറ് കൂട്ടിയിട്ടുണ്ട്. സാർ വാല്യബിൾ ആയിട്ടുള്ള ഒരുപാട് മെഡിസിൻസിന്റെ കാര്യങ്ങള് തന്നെയല്ല ഓരോരോ സ്റ്റേജിലും ഉള്ള എന്തൊക്കെ നമുക്ക് പ്രിവെന്റീവായിട്ട് കൊടുക്കുക അതെല്ലാം തന്നെ ഇപ്പൊ മെഡിസിൻസ് എല്ലാം പറഞ്ഞു കഴിഞ്ഞു. ശരിയാണ്. അഗ്രാഫിസിന്റെ ഒക്കെ കാര്യം വളരെ നമുക്ക് ഒരുപാട് എഫക്റ്റീവ് ആയിട്ടുള്ള മെഡിസിൻസ് ഉണ്ട് ഇതിന്. അതാ ഞാൻ മെഡിസിന്റെ പേരെല്ലാം കൂടെ പറയാതിരുന്നത്. പിന്നെ എല്ലാം സിംറ്റമാറ്റിക്കലി അല്ലേ കൊടുക്കുന്നത്. കാലിബൈക്കും ഇതൊക്കെ കൊടുക്കാം. കാൽക്കരിയ ഫ്ലോറും നല്ലതാണ്. അതുപോലെ എനിക്ക് ഒരുപാട് അനുഭവം കിട്ടിയേക്കുന്നത് ഞാൻ ഈ എൻലാർജ്ഡ് ആയിട്ടുള്ള ഇതിന് തൂജയാണ് കൊടുത്തത്. പക്ഷെ കേസസിലൊക്കെ തന്നെ വളരെ പെട്ടെന്ന് തന്നെ അതിന്റെ സൈസ് കുറഞ്ഞ്, അതായത് ആ കംപ്ലൈൻസ് ഇല്ലാതായി മാറുകയാണ് ചെയ്തിരിക്കുന്നത്. ഹൈ കൊടുക്കണം. കാരണം അത് ഞാൻ പറഞ്ഞില്ല, ഏത് കോൺസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിലും ഈ ഒരു കേസിൽ തൂജ കൊടുത്താൽ നമുക്ക് വളരെയധികം ഈ കാൽക്കേരിയ കാർബും വരേറ്റ കാർബും ഒക്കെ ഉണ്ട്. സാറ് പറഞ്ഞതുപോലെ തന്നെ ഒക്കെ നമുക്ക് കാണുന്ന ഒരു കോൺസ്റ്റിറ്റ്യൂഷനിൽ വന്നാലും ഈ തൂജ ഹയർ പൊട്ടൻസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്നാണ് അതിന്റെ സൈസ് നോർമൽ സൈസിലോട്ട് വരും. ആ സൈസിൽ എത്തുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെതായിട്ടുള്ള ബാക്കി കംപ്ലൈൻസോട് അതിന്റെ കൂടെ തന്നെ അങ്ങ് മാറി കിട്ടുന്നത് കാണുന്നത്. പിന്നെ കാൽക്കേരിയ ഫ്ലോർ ബയോകെമിക്കിന്റെ കൂടെ അത് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. കാൽക്കേരിയ ഫ്ലോർ നല്ലതാണ്, കുണിയമ്മക്ക് നല്ലതാണ്. സാറിന് കൂടുതലായിട്ട് ഇത് സ്നോറിംഗ് ഒക്കെ സാറിനോടൊരു ഡോക്ടർ ശൈല ചോദിച്ചായിരുന്നു സംശയം, സ്നോറിംഗ് വന്നാൽ ഏതാ മെഡിസിൻ എന്നുള്ളത്. റിസൾട്ട് കിട്ടിയിരിക്കുന്നത് ഓപ്പിയം എന്ന് പറഞ്ഞ
എനിക്ക് ഏറ്റവും കൂടുതൽ പിന്നെ പിന്നീട് ഞാൻ എങ്ങാണ്ട് എഴുതിയിട്ടിട്ടുണ്ട് ഇതെല്ലാം. അത് നോക്കിക്കൊണ്ടിരിക്കുക എവിടെ എഴുതിയിട്ടെന്നും. ഞാൻ വരുമ്പോ എവിടെയെങ്കിലും ഒക്കെ എഴുതിയിടും. പിന്നെ അത് എവിടെ എഴുതിയിട്ടെന്നങ്ങ് മറന്നു. ഇത് ചിലര് മറന്നു പോകുന്നതിന് ലിസ്റ്റ് എടുത്ത് കൈ വെക്കും. സാർ അതൊരു ബുക്കാക്കി അങ്ങ് വെക്കാവുന്നുണ്ടെങ്കിൽ അത് ഞങ്ങൾക്കും പ്രയോജനപ്പെടുമായിരുന്നു. ബുക്ക് ഇത് തുടങ്ങിയ കാലം മുതൽ എഴുതി 25 ബുക്കുണ്ട്. അത് ഇവിടെ വെക്കാൻ ഇടയില്ല. നാട്ടിലോട്ട് കൊണ്ടുവെക്കാൻ നിങ്ങൾ ചിന്തിക്കുന്ന മാതിരി ബോംബെയിൽ ഈ പറയുന്ന മാതിരിയുള്ള ഇടയൊന്നുമില്ല. ചെറിയ നാട്ടിലുള്ള വിശാലമായിട്ടുള്ള പരിപാടികളൊന്നും ഇവിടെ പറ്റിയല്ല. അതുകൊണ്ട് 25-30 ബുക്ക് മുഴുവൻ ഇതാ. ദിവസം 3 ക്ലാസിന്റെ അല്ലേ എഴുതിക്കൊണ്ടിരുന്നത്. 7 മണി തൊട്ട് 10 മണി വരെ എഴുത്താ. ഏതായാലും ഡോക്ടറുടെ ക്ലാസ് നന്നായിരുന്നു. അതുപോലെ തന്നെ ഇത് നമ്മള് ഇറ്റ് ഈസ് ടു ലേറ്റ് ബട്ട് ഇറ്റ് ഈസ് ബെറ്റർ ലേറ്റ് ദാൻ നെവർ എന്നൊരു ഇംഗ്ലീഷിലൊരു പറച്ചിലുണ്ട്. ഇത്ര താമസിച്ചാണെങ്കിലും ഇതിനൊക്കെ ഇപ്പൊ ആൾക്കാർ അറിഞ്ഞും കേട്ടൊക്കെ വരുന്നത്. ഇത് പണ്ടാരാണ്ട് പറഞ്ഞോട്ട് പന്നിക്ക് വെടി കൊണ്ട് കഴിഞ്ഞിട്ട് ഞാൻ ഇതിനു മുമ്പേ പേഴ്സണലി ഒരുപാട് ഡോക്ടേഴ്സുമായിട്ട് ചർച്ച ചെയ്യുന്നുണ്ടായിരുന്നു. ശരിയാണ്, IFPSന്റെ ഫ്ലോറിൽ ഞാൻ വന്ന് ആ ഡിസ്കഷനകത്ത് പങ്കെടുത്തില്ലെന്നേ ഉള്ളൂ. പക്ഷെ ഇൻഡിവിജ്വലി ഓരോ ഡോക്ടേഴ്സിനോടും ഇതിനെക്കുറിച്ച്, അതായത് ഇതിനകത്ത് വളരെ സീരിയസ് ആയിട്ട് നിന്ന ഡോക്ടേഴ്സുമായിട്ട് ഞാനിത് ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യാറുണ്ടായിരുന്നു. ഞാൻ അധികം എനിക്ക് പരിചയമില്ലാത്ത ഡോക്ടറാ, അതുകൊണ്ടാണ്. എവിടെ പ്രാക്ടീസ് ചെയ്യുന്നത്? എറണാകുളം കടവന്ത്രം. ഓ, കേട്ടിട്ടുണ്ട്, പറഞ്ഞു കേട്ടിട്ടുണ്ട്. നടനം എവിടാ പഠിച്ചത്? എവിടാ? കോട്ടയം. കോട്ടയത്ത് ഏത് വർഷം? ഞാൻ ഇറങ്ങിയത് 93-ലാണ്. നമ്മുടെ ഒരു അലൂമിനി അസോസിയേഷൻ തുടങ്ങിയിട്ടുണ്ട്. എല്ലാ പിന്നെ 8 തൊട്ട് 9 മണി വരെയാ. താല്പര്യം ഉണ്ടെങ്കിൽ കയറാം. നൈറ്റ് 8 തൊട്ട് 9 മണി വരെ. അതെ. എനിക്ക് ഇത് ഒരു വാട്സപ്പ് ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ ലിങ്ക് അയച്ചു തരാം. സാറിന് തീർച്ചയായിട്ടും വാട്സപ്പ് ഞാൻ വരാം. കൂട്ടത്തിലുള്ളവരോട് പറയാ. ഓക്കെ. ശനിയാഴ്ച മാത്രമേ മാറ്റാനുള്ള തീരുമാനം. ഇങ്ങനെ ചിലരൊക്കെ പറഞ്ഞു നീ IFPH ഉള്ളത് കൊണ്ടും പിന്നെ വേറെ ഉള്ളവർക്ക് ആ സമയത്ത് പ്രാക്ടീസ് ഉള്ളവർക്കൊക്കെ ഉണ്ടെന്ന് മാറ്റാവോ എന്ന് ചോദിച്ചു. അതുകൊണ്ട് ആലോചിച്ചോണ്ടിരിക്കുക. ചിലർ പറയുന്നു ഈ ആഴ്ച തോറും വേണ്ട, മാസത്തിലൊന്നും വേണം. അതിനെക്കുറിച്ചൊക്കെ ആലോചിച്ചോണ്ടിരിക്കുക. പിന്നെ 2-3 മീറ്റിങ്ങോടൊക്കെ കഴിയട്ടെന്ന് വിചാരിച്ചാണ് ഒന്നും പറയാത്തത്. സാറിന്റെ നമ്പർ ഒന്ന് തന്നിരുന്നെങ്കിൽ ഞാൻ അതിനോട് 944 എഴുതിയോ? ഒറ്റ മിനിറ്റ് ഞാനൊന്ന് എഴുതിക്കോട്ടെ. 944 68 59 431. 10ന്റെ നോക്കി 431. എല്ലാരെയും കൂട്ടുകാരെയൊക്കെ പറയണം. തന്നെ കയറിയോണ്ടായില്ല. തീർച്ചയായിട്ടും. വേറെ ഉള്ളവരൊന്നും പറയാനില്ലേ? വേറെ ഉള്ളവരൊക്കെ ആരും കൈവൊക്കെ കാണുന്നില്ലല്ലോ. ഞാനും ഡോക്ടർ കരികരനും സ്ഥിരം കുറ്റികളാണെന്ന് തോന്നുന്നു. വേറെ ആരും കൈവൊക്കെയൊന്നും കാണുന്നില്ല. പിന്നെ ഇത് ചിലർക്ക് സൈനസൈറ്റിസിന്റെ കൂട്ടത്തിനും വരാം. ഇതെല്ലാം കൂടെ കൂടി ഒരു പഴഞ്ഞ മട്ടിലും ചിലപ്പം വരാം. അതൊക്കെ കോൺസ്റ്റിറ്റ്യൂഷന്റെ മെഡിസിൻ കൊടുത്താലേ. കോൺസ്റ്റിറ്റ്യൂഷണൽ മെഡിസിൻ ആണ് ഡോക്ടറെ ഇതിന് ഏറ്റവും അതെ, ബെസ്റ്റ് അപ്രോച്ച് ആണ്. അത് ബെസ്റ്റ് അപ്രോച്ച് ആണ്. അതില് ഡോക്ടർ പറഞ്ഞ തൂജ എന്ന് പറഞ്ഞ എന്താ കാര്യം എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ഒരു സൈക്കോട്ടിക് ഫിനോമിനയാണ്. ഇത് ഗ്രോത്ത് അല്ലേ, അതൊരു സൈക്കോട്ടിക് ഫിനോമിനയാണ്. അതുകൊണ്ടാണ് ആ തൂജയ്ക്ക് ആക്ഷൻ കിട്ടുന്നതിന്റെ കാര്യം അതാണ്. പക്ഷെ അത് സോറിക് സ്റ്റേറ്റിൽ തന്നെ നമ്മൾ ഡീൽ ചെയ്യണം. സോറിക് സ്റ്റേറ്റിൽ തന്നെ ഡീൽ ചെയ്താൽ നമുക്ക് തന്നെ. പിന്നെ യു ക്യാൻ ഗീവ് തൂജ
ഒരു 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 അവസാനമായിട്ട് തൂജ കൊടുത്ത് സ്റ്റോപ്പ് ചെയ്യാം. ആ സോറിക് സ്റ്റേറ്റിൽ പക്ഷെ ഈ കുട്ടികളെയും കൊണ്ട് വരുത്തില്ല. അത് അച്ഛന്മാർക്ക് അറിയാനും വരാതെ. അതുകൊണ്ട് ആദ്യം തന്നെ ആ സോറിക് സ്റ്റേജിൽ ആ തുമ്മല്, ജലദോഷം, പിന്നെ കൂടെ പനി വരിക, പിന്നെ ലിംഫ് ഗ്ലാൻഡ് ഇൻഫ്ലെയിം ചെയ്യുക, ഈ ടോൺസിലും ഈ അഡിനോയിഡും സൈമൾട്ടേനിയസ് ആയിട്ട് വരും. കാര്യം രണ്ടും ലിംഫ് ഗ്ലാൻഡ് അല്ലേ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ വരാനുള്ള സാധ്യതയുണ്ട്. അത് നമ്മൾ എപ്പോഴും സ്ഥിരമായിട്ട് ടോൺസിലൈറ്റിസ് വരുന്ന കുട്ടികളുണ്ടെങ്കിൽ നമ്മൾ അത് അഡിനോയിഡ് ഉണ്ടാകും എന്ന് മനസ്സിലാക്കിയിട്ട് അത് പ്രിവെന്റ് ചെയ്യണം. അത് പ്രിവെന്റ് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് ഞാൻ എൻ്റെ ക്ലിനിക്കൽ പ്രാക്ടീസിൽ ഉപയോഗിക്കുന്നത് ബെറൈറ്റ കാർബ് 10 ആണ്. ഞാൻ ഒരു ഡോസ് കൊടുക്കും. എന്നിട്ട് അതിൻ്റെ കൂട്ടത്തിൽ ഇന്റർകറന്റ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ പിന്നെ റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ ട്യൂബർകുലിനം 10 ഒരു ഡോസ്. അതാണ് സാധാരണയായിട്ട് ഞാൻ ചെയ്യുന്നത്. പിന്നെ ഡോക്ടർ കുറുപ്പ് പറഞ്ഞത് എല്ലാം വളരെ കറക്റ്റാണ്. പിന്നെ എനിക്ക് അഡീഷണൽ ആയിട്ട് പറയുന്നത് ഈ ചിലപ്പോൾ അഡിനോയിഡ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ സീക്വല് വരുന്നതിന് ഏറ്റവും ബെസ്റ്റ് ബ്രോമിയം 3x നമ്മൾ ഓർത്തിരുന്ന ബ്രോമിയം 3x നല്ലതാണ്. ഇതിന്റെ ഈ റിമൂവ് ചെയ്ത് കഴിഞ്ഞിട്ട് വരുവാണെങ്കിൽ ബ്രോമിയം 3x ആണ്. പിന്നെ ചില കുട്ടികൾക്ക് ഈ അഡിനോയിഡ് വരുമ്പോൾ തന്നെ ചെവിക്ക് വേദനയായിട്ട് വരുന്നെങ്കിൽ അത് ലെഫ്റ്റ് സൈഡിലെ ഇയറിലാണ് വരുന്നെങ്കിൽ നമുക്ക് ലാക്ടസിസ് നമുക്ക് കൊടുക്കാം. അല്ലെ 2 ചെവിയിലുമായിട്ട് വരുവാണെങ്കിൽ നമുക്ക് ഫൈറ്റോലാക്കാം. അതൊക്കെ എല്ലാം മെഡിക്കൽ ഉണ്ടല്ലോ, അത് മിക്കവാറും എല്ലാ ഡോക്ടർമാർക്കും അറിയാവുന്ന കാര്യമാണ്. പിന്നെ ഇതൊന്നുമല്ല, ഫസ്റ്റ് ഇൻഫ്ലമേഷൻ ആയിട്ട് വരും ചിലപ്പോൾ. ആ ഇൻഫ്ലമേഷൻ സമയത്ത് നമ്മൾ കൊടുക്കേണ്ട നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു മരുന്ന്, ബെസ്റ്റ് മെഡിസിൻ, അത് ചൂടുവെള്ളം കൊണ്ട് റിലീഫ് വരുന്നുണ്ടെങ്കിൽ 2 മരുന്ന് അതിനകത്ത് 3 മരുന്ന് വരും. അത് ഒന്ന് ലൈക്കോപോഡിയം, ഒന്ന് സിലീഷ്യ, ഒന്ന് ഹെപ്പാർസൾഫ്. ഈ 3 മെഡിസിൻ വരും. അതിൽ ആദ്യം കൊടുക്കേണ്ടത് ഹെപ്പാർസൾഫ് വേണം കൊടുക്കാൻ. അത് കഴിഞ്ഞിട്ട് പിന്നെ വേറൊരു മരുന്നിനെ പറ്റി ചിന്തിക്കേണ്ട കാര്യം. ഈ ഹെപ്പാർസൾഫ് ലൈക്കോപോഡിയം കൊണ്ട് തന്നെ മിക്കവാറും ഹോട്ട് വാട്ടർ കൊണ്ട് റിലീഫ് വരുവാണെങ്കിൽ അത് പെട്ടെന്ന് തന്നെ പോകും. പിന്നെ കാൽക്കേരിയ ഫോസിന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ എല്ലാവർക്കും അറിയാവുന്നതാണ്. നമുക്ക് പ്രത്യേകിച്ച് അങ്ങനെ പറയേണ്ട കാര്യമില്ല. ടോൾ സ്ലണ്ടറായിട്ട് വന്ന് കാൽക്കേരിയയുടെ തെർമലും ഫോസ്ഫറസിന്റെ തെർമലും കൂടെ ഇങ്ങനെ മിങ്കിൾ ചെയ്ത് വരുവാണെങ്കിൽ നമ്മൾ എപ്പോഴും ശ്രദ്ധിച്ചോണം. കാൽക്കേരിയ ഫോസ് കൊടുത്താൽ വണ്ടർഫുൾ ആയിട്ട് ആക്ട് ചെയ്യും. കാൽക്കേരിയയുടെ കോൺസ്റ്റിറ്റ്യൂഷനും എലോങ് വിത്ത് ഫോസ്ഫറസ് വരുവാണെങ്കിൽ, കാൽക്കേരിയ ഫോസിന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ കിട്ടുകയാണെങ്കിൽ അത് നമുക്ക് കാൽക്കേരിയ ഫോസ് നന്നായിട്ട് പ്രയോജനം ചെയ്യും. അത് അതിന്റെ ഫിസിക്കൽ കോൺസ്റ്റിറ്റ്യൂഷൻ നോക്കണം, പിന്നെ അതിന്റെ തെർമൽ റിയാക്ഷൻ നോക്കണം. പിന്നെ കാൽക്കേരിയ കാർബിന്റെ നമ്മൾ പറയേണ്ട കാര്യമില്ല, എല്ലാ ഹോമിയോപ്പതി ഡോക്ടർമാർക്കും അറിയാം കാൽക്കേരിയ കാർബിന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇതെല്ലാം സാധാരണഗതിയിലെ ഡോക്ടർമാർക്ക് ഈ പൊട്ടൻസിയിലാണ് പ്രയാസം വരുന്നത്. പൊട്ടൻസി എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത് എല്ലാ ഹയർ പൊട്ടൻസിയാണ് ഉപയോഗിക്കുന്നത്. പക്ഷെ ഈ ഹയർ പൊട്ടൻസി ഉപയോഗിച്ചാലും നമ്മൾ ഈ ഡിപ്പെൻസ് ഈ 15 മില്ലിസ്മോൾ പൊട്ടൻസി അത് വളരെ പ്രയോജനകരമാണ്. ഇപ്പൊ കാൽക്കേരിയ കാർബ് തന്നെ നമുക്ക് കാൽക്കേരിയ കാർബാണെന്ന് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് എങ്ങനെ കാൽക്കേരിയ കാർബ് 10 കൊടുക്കും. അങ്ങനെ ഉണ്ടെങ്കിൽ ആ സ്ഥാനത്ത് നമുക്ക് കാൽക്കേരിയ കാർബ് 0/3 അഡ്ജസ്റ്റ് ചെയ്യുന്നത് നല്ലതാണ്. അത് നല്ല റിസൾട്ട്. ഇതെല്ലാം അങ്ങനെ തന്നെയാണ്. കാൽക്കേരിയ ഫോസ് ആണെങ്കിലും അങ്ങനെ തന്നെയാണ്. പിന്നെ പൾസാറ്റില, അത് ഡോക്ടർ കുറുപ്പ് പറയാത്തതാണ്. പൾസാറ്റില ഇസ് എ വണ്ടർഫുൾ റെമഡി. പൾസാറ്റില അതെന്താന്ന് വെച്ചാൽ, പൾസാറ്റിന്റെ മെയിൻ സിംറ്റം എന്താന്ന് വെച്ചാൽ, ഈ കുട്ടിയെ പുറത്തിറക്കിയാൽ, മുറിക്കകത്ത് വെച്ച് ഈ കുട്ടി ഒത്തിരി പ്രയാസം കാണിക്കുമെങ്കിലും നമ്മൾ കതക് തുറന്ന് വെളിയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ കുട്ടി ഹാപ്പിയാണ്. നമ്മള് ഉറങ്ങും, തോളത്ത് കിടത്തിയാ ഉറങ്ങും, ഇല്ലെങ്കിൽ വെളിയിൽ കൊണ്ടുവച്ചാൽ സുഖമായിട്ട് കിടന്നു. അതുപോലെ തന്നെ ഭയങ്കര, അതായത് ഹോട്ട് ബോഡിയാണല്ലോ അവന്, എപ്പോഴും ഹോട്ടാണ് അവന്റെ ശരീരം, തേസ്റ്റ് കാണത്തില്ല, പിന്നെ വളരെ മൈൽഡ് ക്യാരക്ടർ ആയിരിക്കും. ഇതൊക്കെ അത് പൾസാറ്റിലിന്റെ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ. പിന്നെ എന്താ, ഈ ഏങ്ങി കരഞ്ഞോണ്ടിരിക്കും.
ഇങ്ങനെ അതിന് പ്രത്യേക ഒരു പേരുണ്ട് ഇംഗ്ലീഷ്. അതൊക്കെ ഈ പൾസാറ്റിലൂടെ അത് വെച്ചുകൊണ്ട് കോൺസ്റ്റിറ്റ്യൂഷണൽ മെഡിസിൻ പൾസാറ്റില ഈ അഡിനോയിഡ് വല്ല വണ്ടർഫുൾ റെമഡിയാണ്. പിന്നെ എന്താ കാൽക്കേരിയ കർവ്, സൈലേഷ്യ, മെർക്സോൾ വരുന്ന എപ്പോഴാണെന്നറിയാം? സലൈവേഷൻ വേണം. സലൈവേഷൻ ഉണ്ടെങ്കിൽ മെർക്സോൾ നമുക്ക് കൊടുക്കാവുന്നതാണ്. മെർക്സോൾ അറിയാമല്ലോ, ഒരു സിഫിലിറ്റിക് റെമഡിയാണ്, സിഫിലിറ്റിക് പ്രിഡോമിനേറ്റഡ് റെമഡിയാണ് മെർക്സോൾ എന്ന് പറയുന്നത്. അത് ഈ സൈക്കോട്ടിക് സ്റ്റേജ് കഴിഞ്ഞിട്ടുള്ള മിക്കവാറും അഡിനോയിഡ്സിന് നമുക്ക് മെർക്സോൾ ആയിരിക്കും കൂടുതലായിട്ട് വരുന്നത്. അപ്പൊ അതുകൊണ്ട് അത് കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇതൊക്കെ തന്നെ ഇതിനെപ്പറ്റി ഇത് സാധാരണഗതിയിൽ ഇത് ട്രീറ്റ് ചെയ്യാൻ അറിയാവുന്ന ഡോക്ടർമാർക്ക് ഇത് ട്രീറ്റ് ചെയ്യാൻ ഈസിയാണ്. ഇത് പിന്നെ എങ്ങനെ കുറഞ്ഞു എന്നറിയാനായിട്ട് ഒരൊറ്റ ടെസ്റ്റേ ഉള്ളൂ. കുട്ടി സ്നോറിങ് കുറയുന്നുണ്ടെങ്കിൽ ഇതും കുറഞ്ഞു വരുന്നുണ്ടെന്നുള്ളതാണ്. വായ അടച്ചു പിടിച്ച് കിടന്നുറങ്ങുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ഈ അഡിനോയിഡ് കുറഞ്ഞു വരുന്നുണ്ടെന്നാണ്. നമുക്ക് ചോദിക്കാവുന്ന ഒരു ചോദ്യം ഇതാണ്: കുട്ടി ഇപ്പൊ എങ്ങനെയാണ് കിടന്നുറങ്ങുന്നത്? വാ പൊളിച്ച് കിടന്നുറങ്ങുമ്പോ വാ അടച്ചു പിടിച്ച് കിടന്നുറങ്ങുന്നു. ആ വാ അടച്ചു പിടിച്ച് കിടന്നുറങ്ങുന്നെങ്കിൽ അതിന്റെ അർത്ഥം അഡിനോയിഡ് ഷ്രിങ്ക് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് അതിന്റെ അർത്ഥം. പിന്നെ ഈ ഇങ്ങനെയുള്ള കുട്ടികൾക്ക് കൂടെ ജലദോഷം ഈ ഇങ്ങനെ അത് ഒരു സോറിക് സ്റ്റേറ്റ് ആണ്. ആ സോറിക് സ്റ്റേറ്റില് നമുക്ക് ട്യൂബർക്കുലിനം 10 ഒരു ഡോസ് കൊടുക്കാം. അതിന്റെ കൂട്ടത്തില് ആഴ്സനിക് അയോഡ് ചിന്തിക്കാവുന്നതാണ്. ആഴ്സനിക് അയോഡ് അത് ചിന്തിക്കാവുന്നതാണ്. അതൊക്കെ കോൺസ്റ്റിറ്റ്യൂഷനലിനകത്ത് വരുന്നതാണ്. എല്ലാം അങ്ങനെയൊക്കെ നോക്കി മെഡിസിൻ കൊടുക്കുകയാണെങ്കിൽ വി ക്യാൻ ഈസിലി ക്യൂർ അഡിനോയിഡ്, നോ പ്രോബ്ലം. ശരി ഡോക്ടറെ, 10 ഇനിയിപ്പോ. ഓക്കെ, ഇനി 5 മിനിറ്റ് കൂടെ ഉണ്ട്. 4 മിനിറ്റ് കൂടി 4 മിനിറ്റ് കൂടിയുണ്ട്. ധനേഷ ഡോക്ടർ ഉണ്ടോ? ഞാൻ സ്നോറിങ്ങിന് പറ്റിയ ഇതിന്റെ കൂട്ടത്തിൽ കൊടുക്കാവുന്ന ചൈന ഓപ്പിനാലിസ്. പിള്ളേർക്ക് സ്നോറിങ് പിള്ളേർക്കുണ്ടെങ്കിൽ അതിന്റെ കൂട്ടത്തിൽ ലാമിന മൈനോറ, ലെംന മൈനർ ഡോക്ടറെ. ലെംന മൈനർ വണ്ടർഫുൾ റെമഡിയാ. അതൊരു വണ്ടർഫുൾ റെമഡിയാ. അതാരും പറഞ്ഞു കേൾക്കാത്ത കൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അതുപോലെ തന്നെ ലൈക്കോപോഡിയം നല്ല ബെസ്റ്റ് മെഡി. മൂക്കടപ്പിനെ ഏത് മരുന്നാ കൊണ്ടുവരാത്ത ഹോമിയോപ്പതി? എല്ലാം കൊള്ളാം. എല്ലാ മരുന്നും കൊള്ളാം. പക്ഷെ അത് തന്നെയാണ് നമുക്ക് പ്രയാസം. ഉള്ള കഴിവാ. അതായത് ഈ നട്ടും ബോൾട്ടും മുറുക്കണമെങ്കിൽ കറക്റ്റ് സ്പാനർ ഉപയോഗിച്ചില്ലെങ്കിൽ അത് പിടിക്കുകയില്ല എന്ന് പറഞ്ഞുകൂട്ടാ. കറക്റ്റ് പൊട്ടൻസിയും കറക്റ്റ് മെഡിസിനും കറക്റ്റ് റെപ്പിറ്റേഷനും ആണെങ്കിൽ ബാക്കിയുള്ള എല്ലാ സിസ്റ്റത്തിനെക്കാട്ടിലും. ഡോക്ടറെ, ഈ ഹോമിയോപ്പതിയുടെ ഡ്രോബാക്കും അലോപ്പതിയുടെ ഡ്രോബാക്കും രണ്ടല്ലേ? അലോപ്പതിക്കാരൻ പാരസെറ്റമോൾ കൊടുത്തേച്ച് പറയും പനി കുറയും എന്ന് പറയും. നമ്മുടെ ഹോമിയോപ്പതി ഡോക്ടർക്ക് അത് പിന്നെ 100% പറയാനായിട്ട് കുറച്ച് താമസമാണ്. ഒരു 10-20 വർഷം ചികിത്സ നടത്തി കഴിഞ്ഞാൽ 100% പറയാം. നിങ്ങൾ ഇതുകൊണ്ട് കൊടുക്കുക, നിങ്ങളെ കൊച്ചിന്റെ പനി. ഹരിഹർ സാറേ, ധനേഷ് ഡോക്ടർ ഒരു കാര്യം ചോദിച്ചോട്ടെ. ധനേഷ് ഡോക്ടർ നാളെ ഈ നമ്മുടെ മെഡിക്കൽ ബില്ലിനെ കുറിച്ച് നമ്മുടെ ആ ഒരു മെമ്മോറാണ് അല്ലെ, നമ്മളെ പുതുക്കിയ ആ ഒരു പൊതുജനാരോഗ്യ ബില്ല് നാളെ മന്ത്രിസഭയിൽ കൊടുക്കുമെന്ന് പറഞ്ഞു. അതിനെ കുറിച്ച് 2 വാക്ക്. ആരൊക്കെയാണ് പോണത്, ആരാണ് കൊടുക്കുന്നത്, അതിനെ കുറിച്ചൊക്കെ അറിയാമോ? അല്ല, അതിനെ കുറിച്ചുള്ള ഫിക്സഡ് ആയിട്ടുള്ള ഒരു തീരുമാനം അറിയില്ല. ഞാനിപ്പോ വിളിച്ചിരുന്നു, പക്ഷെ കിട്ടിയില്ല. വിളിച്ചിരുന്നു. ഓക്കെ, നാളെ നമ്മുടെ പ്രോഗ്രാമില് നമുക്ക് എത്തുന്നത് ഡോക്ടർ ജെയിംസ് മണിത്തോട്ടമാണ്. അദ്ദേഹം ആദ്യമായിട്ടാണ് വരുന്നത്. കുട്ടികളിലെ പഠന പെരുമാറ്റ സ്വഭാവ വൈകല്യങ്ങളെ കുറിച്ചാണ് അദ്ദേഹം നാളെ ഒരു സെഷൻ എടുക്കുന്നത്. തീർച്ചയായും വ്യത്യസ്തമായൊരു വിഷയമായിട്ടാണ് നാളെ എത്തുന്നത്. പിന്നെ വെള്ളിയാഴ്ച വേണമെങ്കിൽ നമുക്ക് ഈ മെഡിക്കൽ ബില്ലുമായിട്ട് ബന്ധപ്പെട്ട അവർ പോയ കാര്യങ്ങളെ കുറിച്ചൊക്കെ വേണമെങ്കിൽ ഒരു ചർച്ച വെക്കാം, അങ്ങനെ ആവശ്യമുണ്ടെങ്കിൽ. നമുക്കിനി ആവശ്യമില്ല. എന്താന്ന് വെച്ചാൽ നമുക്കിനി ആവശ്യമില്ല. നമ്മളിതിന്റെ ന്യൂക്ക് ആൻഡ് കോർണർ പരിശോധിച്ച് നമ്മളിത് നമ്മളെ തല വരിക്കും.
തീർച്ചയായും ഇനി തീർച്ചയായും ഇനി തീർച്ചയായും. അല്ല നമുക്ക് ഇന്ന് ആവശ്യമില്ലായിരുന്നു. അപ്പൊ നാളെ അവര് പോയതിന്റെ വിവരം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമുക്ക് വിവരം നാളത്തെ മാത്രം മതി, കൊടുക്കുന്നതിന്റെ വിവരങ്ങളോ നാളെ നാളത്തെ ആരാണ് സൂമിന് പോയി നാളത്തെ സൂമിന് ശേഷം അതിനെ കുറിച്ചുള്ള റിപ്പോർട്ടിംഗ് രണ്ട് ഉണ്ടാവും. വാക്ക് അതിൽ പറയേണ്ട ആവശ്യമേ ഉള്ളൂ. നാളെ സെക്രട്ടറിയോട് പറയാം. ആ സമയത്ത് ഇന്ന് ഇടയ്ക്ക് വെച്ച് ഷാജി കുടിയാട്ട് ഡോക്ടറും തല കാണിച്ചിരുന്നു. അപ്പൊ ഇനി ഞാൻ വിചാരിച്ച് പ്രീത ഡോക്ടർ പറയുകയും ചെയ്തുകൊണ്ട് അതിന്റെ കാര്യം വല്ലതും പറയാനായിരിക്കും എന്ന് വിചാരിച്ചു. അതുകൊണ്ട് ജസ്റ്റ് ചോദിച്ചെന്നേ ഉള്ളൂ. ഉള്ളടക്കമല്ല, ആരാണ് പോണത്, ആര് കൊണ്ടുപോയി കൊടുക്കുന്നു, ആരൊക്കെ പോകുന്നു എന്നൊക്കെ ഉള്ളത് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പറയാം. ശരി ഡോക്ടർ, ധനുഷ് ഡോക്ടറെ പ്രീത ഡോക്ടർക്ക് നന്ദി കൂടി ഒന്ന് പറയാം. എന്തുകൊണ്ടും വളരെ നല്ലൊരു ദിനമായിരുന്നു. വ്യത്യസ്തമായ ഒരു വിഷയമായിട്ടാണ് പ്രീത ഡോക്ടർ ഈ വേദിയിൽ എത്തിയത്. അത് നല്ല കൊഴുപ്പുള്ള ഒരു ചർച്ചയാക്കി ബാക്കിയുള്ളവരെല്ലാവരും കൂടെ, പ്രത്യേകിച്ചും ശ്രീധര കുറുപ്പ് സാറും ഹരിഹരൻ സാറും ഒക്കെ ചേർന്നപ്പോൾ തികച്ചും നല്ലൊരു ഒരു മണിക്കൂറാണ് നമ്മൾ ഈ വേദിയിൽ ഇന്ന് പങ്കെടുത്തത്. ഇനിയും ഇതുപോലുള്ള വ്യത്യസ്ത വിഷയങ്ങളുമായി പ്രീത ഡോക്ടർ വീണ്ടും വരണം എന്ന ഒരു അഭ്യർത്ഥനയോടുകൂടി എൻ്റെ പേരിലും IFBHന്റെ പേരിലും ഡോക്ടർക്കുള്ള നന്ദിയും അതുപോലെ തന്നെ ഈ ഫോറത്തിൽ ഇരിക്കുന്ന എല്ലാവർക്കും നന്ദിയും രേഖപ്പെടുത്തുന്നു. അതുപോലെ ഒരു പ്രധാന കാര്യം, നമുക്കൊരു IFBHന് ഇപ്പൊ ഫണ്ട് തീരെ ഷോർട്ടേജിലാണ്. അതുകൊണ്ട് എല്ലാവരും ഒരു ചെറിയ തുക വീതം എല്ലാ മാസവും അടയ്ക്കുന്ന കാര്യം നമ്മൾ പറഞ്ഞിരുന്നു. ഈ മാസം ആരും തന്നെ അടച്ചതായിട്ട് കണ്ടില്ല. അപ്പൊ ഒരു ചെറിയ തുക നിങ്ങൾ എല്ലാവരും IFBHന്റെ അക്കൗണ്ടിലോട്ട് അയക്കുകയാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇതൊക്കെ തുടർന്നു പോകാൻ പറ്റുള്ളൂ. ഇപ്പൊ നമുക്ക് പോസ്റ്റർ തയ്യാറാക്കുന്നതിന് പോസ്റ്ററൊക്കെ നമ്മൾ എഴുതുന്നതൊക്കെ നമ്മൾ തന്നെയാണ്, അതിനൊന്നും നമുക്ക് ചിലവില്ല. വീഡിയോ എഡിറ്റിങ്ങിന് ഇപ്പൊ ചിലവില്ല, അത് ഹിബ ഡോക്ടറാണ് ചെയ്യുന്നത്. അപ്ലോഡ് ചെയ്യുന്നത് നമ്മുടെ അനിൽകുമാർ ഡോക്ടറാണ്. അപ്പം അതൊന്നും നമ്മൾ ചിലവാകുന്നില്ല. പക്ഷെ പടം റെഡിയാക്കുന്നതിനും സൂമിന്റെ ദൈനംദിന പരിപാടികൾക്കൊക്കെയാണ് അതിനുള്ള പണം. മറ്റ് കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള പണത്തിന് അത് വേറെ രീതിയിലൊക്കെയാണ് ശരിയാക്കുന്നത്. അതുകൊണ്ട് കഴിയുന്നതും നമ്മളന്ന് തീരുമാനിച്ചത് എല്ലാവരും ഒരു 500 രൂപയെങ്കിലും വെച്ച് മാസം IFBHന് നൽകിയാൽ നമുക്കിത് തുടർച്ചയായിട്ട് കൊണ്ടുപോകാൻ പറ്റും. ഇപ്പോഴും ഇംഗ്ലീഷ് സെഷനിലൊക്കെ ആണെങ്കിൽ വരുന്നതെല്ലാം തന്നെ വളരെ പ്രശസ്തരായ ഒരു MD-കാരും PhD ഉള്ള ഡോക്ടർമാരുമാണ്. ശരിക്കും ഒരു ഇന്റർനാഷണൽ ലെവലിലുള്ള ഒരു പ്രസന്റേഷനാണ് നമ്മൾ ഈയിടെയായിട്ട് ഇംഗ്ലീഷ് സെഷനിൽ നടത്തുന്നത്. അപ്പൊ അതുപോലെ തന്നെ മലയാളത്തിൽ നമ്മുടെ റിസോഴ്സസിലുള്ള ഡോക്ടർമാരെല്ലാം തന്നെ അവരുടെ അറിവുകളെല്ലാം നല്ല രീതിയിൽ പങ്കുവെക്കുന്നുണ്ട്. അപ്പൊ ഇതിങ്ങനെ തുടരണം എന്നാണ് എല്ലാവരും പറയുന്നത്. തീർച്ചയായും അതുകൊണ്ട് തന്നെ എല്ലാവരും ഒരു ചെറിയ സാമ്പത്തിക സഹായം കൂടി ചെയ്ത് ഇത് വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭരാത്രി നേരുന്നു. താങ്ക് യു സാർ, താങ്ക് യു വെരി മച്ച്. ഓക്കെ ധനുഷ് ഡോക്ടറെ, അങ്ങനെ പ്രീത ഉണ്ണി ഡോക്ടർ തുടങ്ങി വെച്ചു. കുറുപ്പ് സാറും ഹരിഹരൻ സാറും കൂടി അതൊരു വലിയ പ്രോഗ്രാമാക്കി മാറ്റി. അങ്ങനെ എന്തായാലും ഇന്നത്തെ 1248 ദിവസത്തെ മലയാളം സെഷൻ പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് പ്രോഗ്രാം ഇവിടെ അവസാനിപ്പിച്ചു. താങ്ക് യു ശൈല ഡോക്ടറെ, താങ്ക് യു വെരി മച്ച്. ഓക്കെ.